നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. നേതൃമാറ്റം ശക്തമായ ആവശ്യമായി മാറിയ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നെഹ്റു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം വിമർശന വിധേയമാകുമ്പോൾ സോണിയ, രാഹുൽ, പ്രിയങ്ക എന്നിവർ രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. പതിവ് നാടകമായി ഈ നീക്കങ്ങൾ അവസാനിക്കുകയും G23 ഉൾപ്പെടെയുള്ള കോൺഗ്രസ് വിമർശകരുടെ വാദങ്ങൾ തള്ളപ്പെടുകയും ചെയ്താൽ കോൺഗ്രസിന് മുന്നിൽ തെളിയുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. ആരാകും കോൺഗ്രസിന് രക്ഷയാകുക? കോൺഗ്രസിനെ നയിക്കാൻ ആര് മുന്നോട്ട് വരും? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായുള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂർ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ A. സജീവൻ എന്നിവർ. ഏറ്റവും ആദ്യം ഡൽഹിയിൽ നിന്നിപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി PR സുനിൽ തത്സമയം ചേരുന്നുണ്ട്. സുനിൽ, AICC വർക്കിംഗ് കമ്മിറ്റി യോഗം കൂടുന്ന സ്ഥലത്താണ് ഇപ്പോൾ സുനിൽ ഉള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം മുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും രാജിക്കൊരുങ്ങുന്നു എന്ന വാർത്തകളാണ്. ഇന്ന് AICCയുടെ മുമ്പിൽ കണ്ടത് രാഹുലിനെ ഉൾപ്പെടെ നെഹ്റു കുടുംബത്തെ അനുകൂലിക്കുന്ന പ്രകടനങ്ങൾ കൂടിയാണ്. ഇപ്പോൾ AICC യോഗത്തിൽ പോലും രാഹുൽ ഗാന്ധി അധ്യക്ഷനാകണം എന്ന ആവശ്യം ഉയരുന്നുണ്ട് എന്ന് സൂചനകളുണ്ട്. നെഹ്റു കുടുംബത്തെ പരാജയത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് അശോക് ഗെഹ്ലോട്ടിനെ പോലുള്ളവരൊക്കെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അതേസമയം G23 മുകുൾ വാസ്നികിന് വേണ്ടി മുന്നോട്ട് വരുന്നു എന്നുള്ള വാർത്തകളുമാണ് ഇപ്പോൾ വരുന്നത്. AICCയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ എന്താണ് സുനിൽ? ലാൽ, 4 മണിക്ക് തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം. ഇപ്പോൾ 4 മണിക്കൂർ പിന്നിടുമ്പോഴും യോഗം അവസാനിച്ചിട്ടില്ല. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു പ്രവർത്തക സമിതി യോഗമാണ് ദില്ലിയിലെ AICC ആസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. തീർച്ചയായും ലാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ എന്ത് തീരുമാനമായിരിക്കും കോൺഗ്രസ് ഈ പ്രവർത്തക സമിതി യോഗത്തിൽ എടുക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ അശോക് ഗെഹ്ലോട്ടാണ് രാഹുൽ ഗാന്ധി നേതൃത്വം ഏറ്റെടുക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ഇതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്ത് അല്പസമയം മുമ്പ് പ്രകടനങ്ങളുമൊക്കെ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തക സമിതിയിൽ രാജി നൽകും എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തു വരുന്നുണ്ട്. പല നേതാക്കളും ഇക്കാര്യത്തിൽ വ്യക്തമായ സൂചന നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് 4 മണിക്ക് ഈ പ്രവർത്തക സമിതി യോഗം ആരംഭിച്ചതിന് ശേഷം പ്രവർത്തക സമിതി യോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചന, അതിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചന ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നത്തെ പ്രവർത്തക സമിതി യോഗത്തിൽ ഉണ്ടാകും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് പല നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ഇതിനു മുൻപ് നമുക്കറിയാം പല പരാജയങ്ങൾ ഉണ്ടായപ്പോഴും രാജി നാടകങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു രാജി നാടകം ഉണ്ടാക്കി ഇനി സമാനമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതി കോൺഗ്രസിന് ഇനി ഉണ്ടാകില്ല. കോൺഗ്രസിൽ ശക്തമായ തീരുമാനമുണ്ടാകും. നമുക്കറിയാം 2019 ശേഷം G23 നേതാക്കൾ സോണിയാഗാന്ധിക്ക് കത്തയക്കുകയും അത് അംഗീകരിക്കാതെ ഹൈക്കമാൻഡ് മുന്നോട്ട് പോയപ്പോൾ ഈ നേതാക്കളൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ പൊതുപരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയും കോൺഗ്രസ് നേതൃത്വത്തോട് വ്യക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ആ സാഹചര്യം ഇപ്പോഴും തുടരുന്നു. ഇനി ആ നേതാക്കളെ കൂടി അനുനയിപ്പിച്ച്, ആ നേതാക്കൾ ഇപ്പോൾ നിലപാട് കടുപ്പിക്കുമ്പോൾ ആ നേതാക്കളെ കൂടി അനുനയിപ്പിച്ച് കൂടെ നിർത്തി അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി അംഗീകരിച്ച ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസിന് പോകേണ്ടി വരും. അത് ഈ 5 സംസ്ഥാനങ്ങളിലെ പരാജയത്തിന് ശേഷം അതിന് കോൺഗ്രസ് നിർബന്ധിതമാകുന്നു. ഏതായാലും എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാവിയെ സംബന്ധിച്ച്. കോൺഗ്രസ് നേരിടുന്നത് സംഘടനാപരമായ പ്രശ്നങ്ങൾക്കൊപ്പം രാഷ്ട്രീയമായ വെല്ലുവിളികൾ കൂടിയാണ്. ഈ 2 പ്രതിസന്ധികളും കോൺഗ്രസിനെ ഇപ്പോൾ മറികടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചില സൂചനകൾ കിട്ടുന്നത്. ഒരുപക്ഷെ ഗാന്ധി കുടുംബം ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറി നിന്നാൽ മുന്നോട്ട് സംഘടനയെ നയിക്കുന്നതിനായി ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള സൂചനകളാണ് വരുന്നത്. ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുകുൾ വാസനിക്കിനെ
ഇതിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരും, അവിടെ ഒരു സമിതി ഉണ്ടാകും എന്നൊക്കെയാണ്. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമില്ല. ഏതായാലും അല്പസമയത്തിനകം യോഗം അവസാനിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വാർത്താ സമ്മേളനം നടക്കും. ആ വാർത്താ സമ്മേളനത്തിൽ യോഗത്തിലെ തീരുമാനങ്ങൾ കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം, കോൺഗ്രസിൻ്റെ ഭാവി കണക്കിലെടുത്ത് വളരെ പ്രധാനപ്പെട്ട തീരുമാനം പ്രവർത്തക സമിതിയിൽ ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് നേതാക്കൾ നൽകുന്നത്. PR സുനിലാണ് ഡൽഹിയിൽ നിന്ന് AICCയുടെ ആസ്ഥാനത്തിന് മുന്നിൽ നിന്ന് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ചർച്ചയിലേക്ക് കടക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അതായത് രാജി നാടകമാകില്ല ഇത്തവണ ഉണ്ടാകുക, തീരുമാനങ്ങൾ തന്നെ ഉണ്ടാകും എന്ന് PR സുനിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് നമ്മൾ കേട്ടതാണ്. ഏതാണ്ട് അതേ വികാരം തന്നെയാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പങ്കുവെക്കുന്നതും. അത്തരത്തിൽ തന്നെ കാണാമോ? അങ്ങനെയാണെങ്കിൽ തന്നെ അത് ഏതുവരെ പോകാനുള്ള സാധ്യതയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? അല്ല, രാജി നാടകം ഉണ്ടാവില്ല, ആവർത്തിക്കില്ല എന്ന് പറയുന്നത് ശരിയായിരിക്കാം. ഇനി ഏതെങ്കിലും നാടകം കൊണ്ടോ പ്രഹസനം കൊണ്ടോ രക്ഷപ്പെടാവുന്ന അവസ്ഥയിൽ അല്ല ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. അവിടെ വളരെ കടുത്ത നടപടി ആവശ്യമായി വരും. ഏത് നടപടി സ്വീകരിച്ചാലും പാർട്ടിയെ സംബന്ധിച്ച് പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഈ നെഹ്റു കുടുംബത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. മോട്ടിലാൽ നെഹ്റുവിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ രാഹുൽ ഗാന്ധിയിൽ വന്ന് നിൽക്കുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ കുടുംബത്തിൻ്റെ വാഴ്ച അവസാനിക്കുന്നു, അവർ പിരിയുന്നു, പുതിയ ഒരു സംഘം ആളുകൾ വരും എന്ന് പറഞ്ഞാൽ അത് എത്ര കോൺഗ്രസ്സുകാർ, കേരളം ഉൾപ്പെടെയുള്ള എത്ര കോൺഗ്രസ്സുകാർ അത് സ്വീകരിക്കും, അംഗീകരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അവരുടെ ഒരു ശീലമായി പോയി അത്. അവരുടെ ഒരു ആശ്രിതത്വം, വിധേയത്വം ഒരു കുടുംബത്തോട്, ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തോട് അങ്ങനെ ശീലിച്ചു പോയ ഒരു തലമുറയ്ക്ക് ഇനിയും പെട്ടെന്ന് അതിനൊരു മാറ്റം വരുത്താൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് പെട്ടെന്ന് കരകയറാൻ കഴിയാത്ത രീതിയിലുള്ള ഗർത്തത്തിൽ അതവിടെ നിബന്ധിച്ചിരിക്കുന്നത്. ആ പാർട്ടി ഇനി ഇന്ത്യയിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് പോലും ഇന്ത്യയിലെ ജനങ്ങൾ, ഞാൻ പറയുന്നതല്ല, ഇന്ത്യയിലെ വോട്ടർമാർ ആലോചിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ UP-യിലും പഞ്ചാബിലും ഒക്കെ കണ്ടത് അത് തന്നെയാണ്. ആ 5 സംസ്ഥാനങ്ങളിൽ ഈ അവസ്ഥയിൽ നിന്ന് ഒരു ചെറിയ വീഴ്ചയോ പതനമോ അല്ല, ഈ വലിയ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ആ പാർട്ടിയെ കരകയറ്റാൻ കഴിയും, അതിന് ഉള്ള ശേഷിയുള്ള ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു നേതാവിൻ്റെ പേര് ഇപ്പോൾ മുകുൾ വാസ്നിക്കിൻ്റെ പേരാണ് ഇപ്പോൾ കേട്ടത്. വേറൊരു പേര് എങ്ങനെയാണ് പണ്ട് ഉണ്ടാവുക? ഒരു പാർട്ടിയെ സംബന്ധിച്ച് സ്വാഭാവികമായി നേതൃത്വം ഉയർന്നു വരണം. അതല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെയൊക്കെയുള്ള നേതാക്കന്മാർ പെട്ടെന്ന് കടന്നു വന്നതെല്ലാം പിടിച്ചെടുത്തു എന്ന് വരാം. ആ രീതിയിൽ കരുത്തുള്ള ഒരു നേതാവ് ഉണ്ടാവണം. ഈ രണ്ട് സാധ്യതകളും കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇപ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ നിരീക്ഷിച്ചതുപോലെ തന്നെ പഴയ സാഹചര്യമല്ല ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുമ്പിലുള്ളത്. പഴയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് പോലും കോൺഗ്രസ് തിരിച്ചു വന്ന ഒരു ഘട്ടം നമ്മുടെ മുമ്പിലുണ്ട്. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും കോൺഗ്രസ് 10 വർഷം ഭരണത്തിൽ തുടർച്ചയായി നിന്ന ഒരു തിരിച്ചുവരവ് നടത്തിയതും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിന് അത്തരത്തിൽ കരിസ്മാറ്റിക്കായ ഒരു ലീഡർഷിപ്പിൻ്റെ അഭാവമുണ്ട്. പഴയ ഇന്ദിരാഗാന്ധിയുടെ സാഹചര്യമല്ല ഇപ്പോൾ സോണിയാഗാന്ധിക്കോ അവരുടെ മക്കൾക്കോ ഒക്കെ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെയുള്ള സാഹചര്യം കോൺഗ്രസ്സിന് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിൽ ഇന്നെടുക്കാൻ പോകുന്ന നിലപാടുകൾ എത്രത്തോളം ഗൗരവമുള്ളതാക്കുന്നതാണ്? യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അതായത് നമ്മൾ 1977 എമർജൻസിക്ക് ശേഷം 80 ഇന്ദിരാഗാന്ധി തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ 77 തന്നെ നിങ്ങൾക്കറിയാം, കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിലാണ്. കെ കരുണാകരൻ, AK ആന്റണി, 2 മുതിർന്ന നേതാക്കന്മാർ. കോൺഗ്രസ് ഭരണത്തിലാണ് ആന്ധ്രാപ്രദേശിൽ ഡോക്ടർ ചെന്നാറെഡ്ഡി, കർണാടകയിൽ ദേവരാജ് അർസ്. അങ്ങനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉണ്ട്. 153 160 MP-മാരുണ്ട് കോൺഗ്രസ്സിന്. ആ കോൺഗ്രസ് അല്ല ഇപ്പം നമ്മൾ കാണുന്ന കോൺഗ്രസ്. ആ കോൺഗ്രസ്സിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ആനപ്പുറത്ത് പോയ ഇന്ദിരാഗാന്ധി, ബെൽച്ചിയിലോട്ട് ദളിതുകൾക്കെതിരായിട്ട് അതിക്രമം നടന്നപ്പോൾ പോയ ഇന്ദിരാഗാന്ധിയാണ്. അതുമാതിരി ഒരു നേതാവല്ല ഇപ്പോഴുള്ള നേതാക്കന്മാർ. ട്വിറ്ററിലും ഫേസ്ബുക്കിലും കുറിച്ചിടുകയും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള നേതാക്കന്മാരാണ്. 2 സംസ്ഥാനം മാത്രമേ കോൺഗ്രസിനുള്ളൂ. മാത്രമല്ല, ഞാനൊരു കാര്യം കൂടെ പറയാം. കോൺഗ്രസിന് 19 MLA-മാരുണ്ടെങ്കിൽ അതിൽ തന്നെ 10-15 എണ്ണം കേരളത്തിൽ നിന്നും ഒരു 8-9 എണ്ണം പഞ്ചാബിൽ നിന്നാണ്. ഇത് രണ്ടും അടുത്ത ലോക്സഭാ ഇലക്ഷനിൽ നഷ്ടപ്പെട്ടു പോയാൽ കോൺഗ്രസിന് കിട്ടാൻ പോണത് 25-30 MP-മാരെ മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യം, ഞാൻ ഇപ്പോഴത്തെ അസംബ്ലികളുടെ സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ പറയണം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിമാരെ ഫണ്ട് ചെയ്യാൻ മുഖ്യമന്ത്രിമാരില്ല, AICC. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കരിഷ്മാറ്റിക് ആയിട്ട് ഒരു നേതാവ് ഇല്ല എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ലാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് കോൺഗ്രസ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നതെന്ന്. ഇനി G23 ആണെങ്കിൽ തന്നെ അവരും ഇതുമാതിരി ആംചെയർ പൊളിറ്റീഷ്യൻസും അവരും ഈ ഗ്രൂപ്പിന്റെ നോമിനീസാണ്. അവരെല്ലാവരും കെട്ടിയിറക്കിയത് തന്നെ ടീം തന്നെ. അവരിപ്പോൾ വലുതായിട്ടൊന്നും അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ മുകുൽ വാസനിക്ക് വ്യത്യസ്തമാണ്, ഒരുപാട് ഇലക്ഷൻ പോരാടിയിട്ടുള്ള ഒരാളാണ്, കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ അവർക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഇലക്ഷനുകൾ ജയിക്കുകയും ഭരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഏക ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് അശോക് ഗെഹ്ലോട്ടാണ്. മനസ്സിലായോ? അദ്ദേഹം തീർച്ചയായിട്ടും വലിയ അടിത്തറയുള്ള ഒരു നേതാവാണ്, നമുക്കറിയാം. പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള PCC പ്രസിഡന്റ് അടക്കം. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ, എന്നാലും ഈ വ്യക്തി, ഒരു വ്യക്തിക്കും, കോൺഗ്രസിന്റെ ഒരു വ്യക്തിക്കും, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ 2 ലോകസഭാ മണ്ഡലങ്ങൾക്ക് അപ്പുറത്ത് സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയില്ല. സ്വാധീനമുള്ള ഒരു വ്യക്തിയില്ല. AK ആന്റണി ഒന്നും അങ്ങനെയല്ലല്ലോ. AK ആന്റണി ഇറങ്ങിപ്പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് MLA പോവുകയും നമുക്കറിയാലോ ഇടതുപക്ഷ ഗവൺമെന്റ് ഭാഗമൊക്കെ ചെയ്തതാണ്. അത്തരത്തിലുള്ള നേതാക്കന്മാരില്ല. ഉള്ളതിനൊക്കെ കൊണ്ടുപോയി കളഞ്ഞു. മമതാ ബാനർജിയെ കൊണ്ടുപോയി കളഞ്ഞു. YS രാജശേഖർ റെഡ്ഡിയുടെ പുത്രനെ തെരുവിലാക്കി. ഇപ്പൊ ദാ കിടക്കുന്ന എല്ലാവരും ഭരണത്തിലിരിക്കുകയാണത്. അപ്പോ മമത ഭരണത്തിലിരിക്കുന്നു, ശരത് പവാർ ഭരണത്തിലിരിക്കുന്നു. അപ്പൊ പ്രാദേശിക നേതാക്കന്മാർക്ക് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ വെറും നോമിനേറ്റഡ് ആയിട്ടുള്ള കമ്മിറ്റികളിലൂടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത് കോൺഗ്രസിന്. ഞാൻ ഇന്ദിരാ നെഹ്റു കുടുംബത്തെ പേഴ്സണലി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അതായത് അതിനൊരു എലക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയ അതിനില്ല. ഇവിടെ ഈ ബഹളം നടക്കുമ്പോഴും KPCCയിൽ അങ്ങനെ എലക്ഷൻ നടത്തണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യാനാ? ഇത്രേ ഞാനിപ്പോൾ വെച്ച് പറയുന്നുള്ളൂ. ശ്രീ ജോർജ് പൊടിപ്പാറ, ഈ കേട്ടതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും അതുപോലെ തന്നെ ശ്രീ ഫസൽ ഗഫൂറും ചൂണ്ടിക്കാണിച്ച വസ്തുതകളും അതിനാമുഖമായിട്ട് ഡോക്ടർ ലാൽ നിരീക്ഷിച്ച കാര്യങ്ങളും ഒക്കെ വർത്തമാനകാല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. അതിന് ഇനിയിപ്പോൾ കോൺഗ്രസ് പക്ഷപാതം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ആ സത്യത്തോട് മുഖം തിരിച്ച് നിൽക്കാൻ കഴിയില്ല. ഇത് തന്നെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നം. ആര് കോൺഗ്രസിനെ നയിക്കും? പരമ്പരാഗതമായി നെഹ്റു അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ, മോട്ടിലാൽ നെഹ്റു മുതൽ ഇപ്പൊ രാഹുൽ ഗാന്ധി വരെയുള്ള ആ തലമുറ, ഇങ്ങനെ തലമുറ കൈമാറി കോൺഗ്രസ് ഒരു കുടുംബ വാഴ്ചയിലേക്ക് എത്തിയ ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും ഒക്കെ, അല്ലെങ്കിൽ ഒരു പരിധിവരെ രാജീവ് ഗാന്ധിക്ക് വരെ ആ കാര്യങ്ങളൊക്കെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഒറ്റക്കെട്ടായി കോൺഗ്രസ് പ്രവർത്തകരുടെ വിശ്വാസം അത് എല്ലാ സംസ്ഥാനങ്ങളിലും ദേശീയ തലത്തിൽ എല്ലായിടത്തും സ്വീകാര്യതയൊക്കെ ഉണ്ടായി എന്നുള്ളതൊരു സത്യമാണ്. പക്ഷെ അതൊക്കെ പോയ ഒരു കാലഘട്ടമാണ്. അത് ഇനി ഒരിക്കലും തിരിച്ചു വരാനാവാത്ത വിധം ശോഷിച്ചു പോയ ദുർബലമായ ഒരു സംഘടനാ സംവിധാനമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെത് എന്നുള്ളത് ആവർത്തിച്ച് വ്യക്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൈവശം ഇരുന്ന പഞ്ചാബ് നഷ്ടപ്പെട്ടുപോയി. ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഗോവയിലും മണിപ്പൂരിലും അതുപോലെ ചുരുങ്ങിയ പക്ഷം നല്ല മത്സരം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിച്ചു. അവിടെയും ഒന്നും സംഭവിച്ചില്ല. ഉത്തരാഖണ്ഡിൽ ഒരുപക്ഷെ ഭരണത്തിലേക്ക് തന്നെ വന്നേക്കാമെന്ന സൂചനകൾ എക്സിറ്റ് പോളിൽ വരെ ഒരു തുല്യശക്തികളുടെ പോരാട്ടം എന്ന നിലയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതും അസ്ഥാനത്തായി. UP-യിലാവട്ടെ പ്രിയങ്ക ഗാന്ധിയുടെ എല്ലാ അടവുകളും പിഴച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2.5% കോൺഗ്രസിന് ലഭിച്ച വോട്ടൊതുങ്ങി 2 സീറ്റിൽ ഒതുങ്ങി. ഈ ഒരു സാഹചര്യത്തിൽ ഇനി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥിതി എന്താവും? ഇനി അവശേഷിക്കുന്ന 2 സംസ്ഥാനങ്ങളിലെ ഭരണമാണ്, ഛത്തീസ്ഗഡിലെയും രാജസ്ഥാനിലെയും. ഇപ്പോഴത്തെ പോക്കാണ് പോകുന്നതെങ്കിൽ അടുത്ത അധികം വൈകാതെ വരാനിരിക്കുന്ന ആ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഭാവി അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആ ഒരു എന്താ പറയുക അവസ്ഥ അത്ര ശുഭോദർക്കമാകും എന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. മറിച്ചാകാനാണ് സാധ്യത കൂടുതൽ. ഈ ഒരു അവസ്ഥയിൽ ഒരിടക്കാല പ്രസിഡന്റിനെ, സോണിയാഗാന്ധി എന്ന് പറയുന്ന രോഗിയും അതുപോലെ തന്നെ അവശയുമായ, ഇനി ഒരു കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്, രാഷ്ട്രീയ പ്രവർത്തനത്തിന്, സംഘടനാ പ്രവർത്തനത്തിന് ആരോഗ്യവും മനസ്സും അനുവദിക്കാത്ത സോണിയാഗാന്ധിയെ വെച്ചുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയൂ. 2019 ശേഷം രാഹുൽ ഗാന്ധി രാജിവെച്ച ശേഷം കോൺഗ്രസിന് ഒരു മുഴുവൻ സമയ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ G23 നേതാക്കൾ പറയുന്നത്, നേരത്തെ ശ്രീ ഫസൽ ഗഫൂർ ചൂണ്ടിക്കാണിച്ച കാര്യം വസ്തുതയാണ്. രാഹുൽ ഗാന്ധിയെക്കാളോ പ്രിയങ്ക ഗാന്ധിയെക്കാളോ ഒക്കെ ഏറെ മേന്മയുള്ള നേതാക്കളൊന്നും അല്ല ഇവരിൽ പലരും. ഇവരൊക്കെ ഓരോരോ കാലങ്ങളിൽ ഈ ഗാന്ധി കുടുംബത്തിന്റെ പ്രീതിയും അതുപോലെ തന്നെ അനുതാപവും അവരുടെ സഹാനുഭൂതിയും അവരുടെ ആശ്രിതത്വവും തന്നെയാണ് പലരും നേതാക്കളായത്. നല്ല കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് സ്ഥാനമാനങ്ങൾ കൈവരിച്ചിട്ടുള്ളവർ തന്നെയാണ് ഇവർ.
യഥാർത്ഥത്തിൽ പാർട്ടി നേരിടുന്ന പ്രശ്നം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടിയിൽ യഥാർത്ഥത്തിൽ ജനപ്രിയതയുള്ള നേതാക്കൾ, അർഹതയുള്ള ആ ജനകീയ തലത്തിൽ അടിത്തട്ടിൽ പ്രവർത്തിച്ച് മുന്നേറി വന്ന് യഥാർത്ഥ ജനനേതാക്കളായി മാറാൻ കഴിയുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. എപ്പോഴും അഡ്ഹോക് കമ്മിറ്റികൾ എല്ലാവരെയും AICCയും ഹൈക്കമാൻഡും കെട്ടിയിറക്കുന്ന ഒരു സാഹചര്യം. ഫസൽ ഗഫൂർ വളരെ കൃത്യമായി സൂചിപ്പിച്ചു. ജനപ്രീതിയുള്ള നേതാക്കൾ, ആന്ധ്ര ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. അവിടെ YS രാജശേഖര റെഡ്ഡിയെ പോലെയുള്ള ആർക്കും തോൽപ്പിക്കാനാവാത്ത ജനപ്രീതിയുടെ കാര്യത്തിൽ അജയ്യനായ അദ്ദേഹത്തെ പോലെ ഒരാളെ ഒഴിവാക്കിയില്ലെങ്കിൽ അത്രയൊന്നും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ വേറൊരു പാർട്ടി ഉണ്ടാക്കി. ഇപ്പോ ജഗ്മോഹൻ റെഡ്ഡി ഇപ്പൊ ആന്ധ്രാപ്രദേശ് ഭരിക്കുന്നു. ഇത് തന്നെയാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ഇതേ അവസ്ഥകൾ നമ്മൾ കണ്ടു. ഏറ്റവും ഒടുവിൽ പഞ്ചാബിൽ കണ്ട ദാരുണ അവസ്ഥ നമ്മൾ കണ്ടു. അമരീന്ദർ സിംഗ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 77 സീറ്റോടുകൂടി വൻ മാർജിനിൽ അധികാരത്തിൽ വന്നതാണ് കോൺഗ്രസ്. അവിടെ നടന്ന അധികാര വടംവലികളും അതുപോലെ തന്നെ കസേര കളികളും സിദ്ധുവിന്റെ PCC പ്രസിഡന്റ് സ്ഥാനവും അവസാനം ചന്നി എന്ന് പറയുന്ന അത്രയൊന്നും നമ്മൾ അതിനു മുമ്പ് കേൾക്കാത്തൊരാളെ മുഖ്യമന്ത്രിയാക്കി അമരീന്ദർ സിംഗിനെ നാണം കെട്ട രീതിയിൽ പുറത്താക്കി അദ്ദേഹം വേറെ പാർട്ടി ഉണ്ടാക്കുന്ന കാഴ്ചകളുണ്ട്. മധ്യപ്രദേശിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടും ജ്യോതിരാദിത്യ സിന്ധ് രാജിവെച്ച് മറുപക്ഷത്ത് ചേർന്നതോടുകൂടി അവിടുത്തെ ഭരണം പോയി. ഇപ്പോ രാജസ്ഥാനിലും മത്സരം നടക്കുന്നു. രാജേഷ് പൈലറ്റിന്റെ മകൻ സച്ചിൻ പൈലറ്റ് അസംതൃപ്തനായിട്ട് അവിടെ നിൽക്കുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് കോൺഗ്രസിന്റെ മുമ്പിൽ എളുപ്പ വഴികളില്ല. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ പാർട്ടിയെ ഇനി എത്രത്തോളം മുന്നോട്ട് നയിക്കാൻ കഴിയും, പാർട്ടി പ്രവർത്തകർക്ക് ആവേശം പകരാൻ കഴിയും, പാർട്ടിയെ ഒരു വിന്നിങ് ഒരു ശക്തിയാക്കി ഒരു വിജയ സാധ്യതയുള്ള പ്രസ്ഥാനമാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. പക്ഷെ ജനാധിപത്യ വിശ്വാസികൾക്ക് കോൺഗ്രസ് ഇങ്ങനെ തകരുന്നതിൽ സങ്കടമുണ്ട്. കാരണം പകരം വരാനിരിക്കുന്നത് ഏകാധിപത്യവും അതുപോലെ തന്നെ തീർച്ചയായും പകരം വരാനിരിക്കുന്ന ഒരു പാർട്ടിയുടെ പേര് പറഞ്ഞ് എത്ര കാലം കോൺഗ്രസിന് പിടിച്ചു നിൽക്കാനാകുമെന്നൊരു വിഷയത്തിലേക്ക് നമുക്ക് ചർച്ച തിരിച്ചു കൊണ്ടുവരണം. ഞാൻ അതിലേക്ക് വരാം ശ്രീ ജോർജ് പൊടിപ്പാറ. പക്ഷേ നമ്മുടെ വിഷയം കോൺഗ്രസിൽ എന്താണ് ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ളത് എന്നതിലേക്ക് തന്നെ ഒന്ന് ആദ്യഘട്ടത്തിൽ പോകേണ്ടതുണ്ട്. ശ്രീ A. സജീവൻ, അവിടെ ഇതുവരെ പറഞ്ഞ എല്ലാവരും ഈ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴും ശ്രീ ജോർജ് പൊടിപ്പാറ ആദ്യം തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ വല്ലാതെ ആഗ്രഹം കോൺഗ്രസ് ജയിച്ചു വരണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുടെ കൂട്ടത്തിലാണ് അദ്ദേഹത്തെ പോലുള്ളവർ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞതിന് ഞാനും അങ്ങനെ തന്നെ കണ്ടിട്ടാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത്. പക്ഷേ അദ്ദേഹം തികച്ചും ഈ സത്യസന്ധമായി ഈ സാഹചര്യത്തെ വിലയിരുത്തി മുന്നോട്ട് പോകുമ്പോൾ എവിടെ ഇനി കോൺഗ്രസിന് ഭാവി എന്ന ചോദ്യം തന്നെയാണ് അവശേഷിക്കുന്നത്. AICC യോഗത്തിൽ അപ്പോൾ എന്തായിരിക്കാം തീരുമാനം ഉണ്ടാകുക? എന്ത് തീരുമാനം എടുത്താലാണ് കോൺഗ്രസിന് മുന്നോട്ട് പോകാനാകുക? ശ്രീ സജീവൻ. അല്ലെ, എന്ത് ആയിരിക്കും തീരുമാനം എന്നുള്ള കാര്യം നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതാണ്. പക്ഷെ എന്തെടുത്താലാണ് കോൺഗ്രസിനെ രക്ഷിക്കാനാവുക? അപ്പൊ ജോർജ് പൊടിപ്പാറ ഇവിടെ ചോദിച്ച ചോദ്യം അതി ആശങ്കപ്പെട്ട ഒരു കാര്യം, കോൺഗ്രസിനെ രക്ഷിക്കാൻ ഇനി എന്ത് എന്നുള്ളത്. അത് എളുപ്പമല്ല എന്നുള്ളതല്ല, എളുപ്പമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, ഇപ്പോഴുള്ള കോൺഗ്രസിനെ അടക്കി ഭരിക്കുന്ന ഈ കുടുംബത്തിലുള്ള ആളുകൾ അവർ തീരുമാനിക്കണം. അവർ തുറന്ന മനസ്സോട് കൂടിയിട്ട് തീരുമാനിക്കണം. കോൺഗ്രസിനെ കൃത്യമായിട്ടും സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കിയിട്ട് മാറ്റണം. അവർ അധികാരത്തിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ AICC പ്രസിഡന്റായിട്ട് സോണിയാഗാന്ധി ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആരോഗ്യത്തിൽ വളരെയധികം പിന്നിലാണ്. ഇനി രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും അവരൊന്നും അധികാരത്തിൽ നിൽക്കുന്നതിന് AICC പ്രസിഡന്റ് ആവുന്നതിന് എതിർക്കുന്ന ആളുകൾ ആരും ഉണ്ടാവില്ല. G23 ആളുകൾ പോലും പറയുന്നത് അവർ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സോണിയാഗാന്ധി എന്ന് വെച്ചിട്ട് ഇപ്പുറത്ത് രണ്ടുപേരും കൂടി നിൽക്കുന്നു. അവർ രണ്ടുപേരും വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളാണ്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അവരെക്കാൾ കൂടുതൽ സ്വാധീനമുള്ള, അവരെക്കാൾ കൂടുതൽ പ്രവർത്തന പരിചയമുള്ള ആളുകളെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഈ ആളുകളും ഒപ്പം നമുക്ക് എടുത്തു പറയാവുന്ന കുറെ വൈതാളികന്മാരും മാത്രമായിട്ട് ഒന്നാക്കിയതിനെ കൊണ്ടുപോകുന്നതിനെയാണ് G23 നേതാക്കന്മാരൊക്കെ വിമർശിക്കുന്നത്. അപ്പൊ ശരിക്കും വേണ്ടത് ഇവർ തീരുമാനിച്ചാൽ മതി. ഒന്നുകിൽ ഞങ്ങളുടെ ഭരണത്തിൽ നിന്ന്, ഈ പാർട്ടിയുടെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നവർ തീരുമാനിക്കുന്നു. പക്ഷെ അത് ആത്മാർത്ഥമായി തീരുമാനിക്കുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് മാറി നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എല്ലാ ആളുകൾ ഉപയോഗിച്ച പോലെ ഒരു നാടകം എന്ന് പറയുന്നത്, ആ നാടകം കളിക്കരുത്. മാറി നിൽക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മാറി നിൽക്കുക, എന്നിട്ട് പുതിയ പ്രസിഡന്റിനെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കാം. പുതിയ വർക്കിംഗ് കമ്മിറ്റിയെ, പുതിയ ജനറൽ സെക്രട്ടറിമാരെയൊക്കെ കൃത്യമായിട്ട് അവരെ സ്വതന്ത്രമായിട്ട് പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട്, വെറുതെ ഒറ്റയ്ക്ക് ഏകാധിപത്യത്തിന്റെ രീതിയല്ല,
പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് കുറെ കാലമായിട്ട് വർക്ക് ചെയ്യാത്ത കമ്മിറ്റിയാണ്. ആ വർക്ക് ചെയ്യാത്ത കമ്മിറ്റിയെ വർക്കിംഗ് കമ്മിറ്റിയാക്കി മാറ്റുക. AICC പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും ഒക്കെ അവരെ ഏൽപ്പിച്ച ചുമതലകൾ വഹിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു നഷ്ടം ഉണ്ടാവില്ല. അതിന് പകരം ഒരു അച്ചുതണ്ടിൽ മാത്രം നിന്നുകൊണ്ട് ബാക്കി കുറച്ച് വൈതാളികന്മാർ ചുറ്റും നിൽക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നിടത്താണ് പ്രശ്നം. ഇതൊരു കുടുംബാധിപത്യം അത് സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു പൊതു ധാരണയുണ്ടല്ലോ. ഇപ്പൊ ഇന്ന് പോലും AICC ആസ്ഥാനത്ത് അവിടെ നടക്കുന്ന മുദ്രാവാക്യം അത് ഞാൻ വിചാരിക്കുന്നത് കൃത്യമായിട്ടും പെയ്ഡ് പരിപാടി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ കുറെ ആളുകളെ കൊണ്ട് നിരത്തിയിട്ട് അയ്യോ അച്ഛാ പോകല്ലേ എന്ന മുദ്രാവാക്യം വിളിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അതാണ് പ്രശ്നം. അച്ഛൻ പോകണമെങ്കിൽ പോട്ടെ, പറ്റുന്ന മക്കൾ ബാക്കിയുള്ള ആളുകൾ പിന്തുണ തലമുറക്കാര് ഭരിച്ചാൽ നന്നാവുമെങ്കിൽ അങ്ങനെ നന്നാവട്ടെ എന്ന് വിചാരിക്കണം. അതല്ലാതെ അയ്യോ അച്ഛാ പോകല്ലേ എന്ന് ഈ അച്ഛൻ പറയരുത്, അച്ഛൻ പറയിപ്പിക്കരുത്. അതാണ് പ്രശ്നം. കോൺഗ്രസിനെ രക്ഷിക്കാൻ കൃത്യപ്പെട്ട ഈ ഇപ്പൊ UP തെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധിയോടൊപ്പം അവിടെ താരപ്രചാരകരായിട്ടുണ്ടായിരുന്ന പിന്നീട് ആരാണ്? എടുത്തു പറഞ്ഞ ഒറ്റ ആളുകൾ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയും മാത്രം. കോൺഗ്രസിനകത്ത് ഇപ്പൊ BJP ആണല്ലോ ഈ സംസ്ഥാനങ്ങളിൽ ഒരു സ്ഥലം ഒഴികെ ബാക്കിയുള്ളടത്ത് മുഴുവൻ വിജയിച്ചു കയറിയത്. അവിടെ എന്തുകൊണ്ട് BJPയുടെ പല ഇപ്പോഴറിയപ്പെടുന്ന ഈ ദേശീയ നേതാക്കന്മാർ എന്ന് പറയുന്ന താരപ്രചാരകർ എന്നവർ പറയുന്ന ആളുകളൊക്കെ രാഷ്ട്രീയ രംഗത്ത് അറിയപ്പെടുന്നതിന് മുമ്പേ തന്നെ താരപ്രചാരകരാകാൻ പറ്റിയ അത്രയും പരിചയസമ്പന്നരായിട്ടുള്ള അത്രയും കഴിവുള്ള എത്ര നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. അവരെ ആരെയെങ്കിലും ഈ 4-5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചോ? അതാണ് പ്രശ്നം. ഉപയോഗിക്കേണ്ട ആളുകൾ ഉപയോഗിക്കണം. ഇവരെ ആരും ഉപയോഗിച്ചില്ല. ഭരണം നടത്തുന്ന ആളുകൾ, പാർട്ടിയുടെ ഭരണം നടത്തുന്ന ആളുകൾ, അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ കൃത്യമായിട്ടും അവരെ വഹിക്കുന്ന ചുമതലയുടെ ആ ബാധ്യത മനസ്സിലാക്കിയിട്ട് വേണം പ്രവർത്തിക്കാൻ. അതല്ലാതെ ഇപ്പൊ ഏത് തീരുമാനം വന്നാലും ഞാൻ വിചാരിക്കുന്നത് ഈ അയ്യോ അച്ഛാ പോകല്ലേ എന്നുള്ള തീരുമാനത്തിലേക്കായിരിക്കും മിക്കവാറും വരാൻ സാധ്യതയുള്ളതാണ്. അത് വന്നാലും അതല്ലെങ്കിലും ഒക്കെ ഇവർ അധികാരത്തിൽ ഉണ്ടായിക്കോട്ടെ, AICC പ്രസിഡന്റായിട്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ പിന്നീട് വൈതാളികന്മാരെ നിർത്തരുത്. അതിന് പകരം കഴിവുള്ള ആളുകൾ ഈ കോൺഗ്രസിനകത്തുണ്ട്. അവരെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തലാണ് ആദ്യം വേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിന് നല്ല ഭാവിയുണ്ട്. 2024 എന്ന് പറയുന്ന 2 വർഷം കഴിഞ്ഞു വരാൻ പോകുന്നതാണ്. അവിടെ പോലും പ്രതീക്ഷ അർപ്പിക്കാവുന്ന രീതിയിലേക്ക് കോൺഗ്രസിന് പോകാൻ കഴിയും. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ നേരത്തെ നിരീക്ഷിച്ചതുപോലെ ശ്രീമതി ഇന്ദിരാഗാന്ധി, മിസസ് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഒരു തിരിച്ചുവരവിന് വേണ്ടി അവർ ഇറങ്ങിത്തിരിച്ചതുപോലെ അവരുടെ കരിസ്മ ഉപയോഗിച്ച് അവർ ഓരോ സ്ഥലത്തുമുള്ള പ്രാദേശികമായ വിഭാഗങ്ങളെയൊക്കെ തനിക്കൊപ്പമാക്കി മാറ്റിയതുപോലെ പാർട്ടിക്കകത്ത് അവർ എടുത്ത കടുത്ത നിലപാടുകൾക്ക് അവരുടെ തന്നെ പൈതൃകത്തിൻ്റെ ഒരു പിൻബലം അവർക്കുണ്ടായതുപോലെ ഇപ്പോൾ കരിസ്മാറ്റിക്കായ ഒരു സ്ഥിതിക്ക് വല്ലാതെ കുറവ് വന്നു എന്നുള്ളത് മാത്രമല്ല, രാഷ്ട്രീയമായി ഒരു ശക്തമായ ഒരു വിഭാഗമായി ആ കുടുംബത്തിലെ നേതാക്കൾക്ക് പുറത്ത് സ്വാധീനമുണ്ടാക്കാനും ഇപ്പോൾ സാധിക്കുന്നില്ല എന്നത് ഒരുപക്ഷെ ഡോക്ടർ മൻമോഹൻ സിംഗിന് പോലും ഇടക്കാലത്ത് കോൺഗ്രസിനെ നയിക്കാൻ പറ്റിയ സാഹചര്യം പോലും ഇപ്പോൾ ഈ സാഹചര്യത്തിൽ, മുൻപ് സോണിയാഗാന്ധിക്ക് ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്ന സാഹചര്യം പോലും ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്ന രീതിയിലേക്കൊക്കെ വന്നത് BJP ആഗ്രഹിച്ച ഒരു കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്ന രീതിയിൽ സംസ്ഥാനങ്ങളിലെ പ്രകടനങ്ങൾ മാറിയിരിക്കുന്നതൊക്കെ വലിയ രാഷ്ട്രീയ വെല്ലുവിളിയായി കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ? അതോ അവിടെ ഇപ്പോഴും വ്യക്തികൾക്ക് ഈ ഒരാൾ മാറിയാൽ മുകുൾ വാസ്നിക് അല്ലെങ്കിൽ മറ്റൊരാൾ എന്നുള്ള നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുന്ന സാഹചര്യമാണോ ഇപ്പോഴും നടക്കുന്നത്? അല്ല, ഇന്ദിരാഗാന്ധിയുടെ പ്രകീർത്തിതമായ കാരിസം എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു കാരിസ്മാറ്റിക് ലീഡർ തന്നെയായിരുന്നു. പക്ഷേ 1977 അവർക്ക് സംഭവിച്ചത് അവർ നിലംപരിശാക്കപ്പെട്ടു. അവരും അവരുടെ പാർട്ടിയും 9 സംസ്ഥാനങ്ങളിൽ, 1-2 അല്ല 9 സംസ്ഥാനങ്ങളിൽ അവർക്ക് കിട്ടിയ സീറ്റ് 0 ആയിരുന്നു. അങ്ങനെയാണല്ലോ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നത്. 1980 ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ജനതാ പാർട്ടി ശിഥിലമായി പോയി, ഇല്ലാതായിപ്പോയി. അതും ഒരു രാഷ്ട്രീയ സത്യമാണ്. ഇന്ന് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ശൂന്യത അപ്പുറത്തുണ്ടായപ്പോഴാണ് ഇന്ദിരാഗാന്ധിക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞത്. ഇപ്പോഴത്തെ അവസ്ഥ അതല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ 1977 കോൺഗ്രസിനേക്കാൾ മോശമായ അവസ്ഥയിൽ ഇപ്പോൾ കഴിയുന്ന പാർട്ടി, ആ പാർട്ടി നേരിടേണ്ടത് അപ്പുറത്ത് BJP എന്ന പാർട്ടിയെയാണ്. BJPയുടെ കരുത്ത്
എത്ര വലുതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു പാർട്ടിയെ നേരിടുന്നതിന് നരേന്ദ്രമോദിയെ, അമിത്ഷായെ, യോഗി ആദിത്യനാഥിനെ, ഇപ്രകാരമുള്ള നേതാക്കന്മാരെ നേരിടുന്നതിന് കരുത്തുള്ള ഒരു നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്ക് എവിടെയാണുള്ളത്? സോണിയാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞു, ഞാനിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ല, അത് നിൽക്കട്ടെ അവിടെ. ഇപ്പുറത്ത് കോൺഗ്രസിൻ്റെ സാരഥ്യം ഏറ്റെടുത്തുകൊണ്ട് BJP എന്ന വലിയ ഒരു രാഷ്ട്രീയ ശക്തിയോട് ഏറ്റുമുട്ടി ഈ പാർട്ടിയെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിന് പ്രാപ്തിയുള്ള ആരാണുള്ളത്? അതുണ്ടാകണമെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെ ഒരു നേതാവ് നമ്മുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ കാണുന്നില്ല. പാർട്ടിക്ക് സംഭവിച്ച അപജയം എന്നത് നമ്മൾ ഈ ഉൾപാർട്ടി ജനാധിപത്യം എന്നൊക്കെ പറയില്ലേ, ആ ഒരു ജനാധിപത്യ പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കണമായിരുന്നു. ജനാധിപത്യപരമായ പ്രവർത്തനത്തിൻ്റെ അഭാവത്തിൽ ആണ്, ഏകാധിപത്യം പോലും അവിടെ ഉണ്ടായില്ല. അവിടെ വൈതാളികന്മാരുടെ ഒരു നിയന്ത്രണത്തിൽ അകപ്പെട്ടു പോയ ഒരു നേതാവ്, ആ നേതാവ് ഇപ്പോൾ നിസ്സഹായമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ആ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് കരകയറാം എന്നാരെങ്കിലും കരുതുന്നെങ്കിൽ അത് ഒരു മൗഢ്യം തന്നെയായി മാറും. അത് അപ്പുറത്ത് 2 വർഷത്തിനപ്പുറത്ത് നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അത് പിടിച്ചെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവിനെ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തെ ഞാൻ കാണുന്നില്ല. ഡോക്ടർ ഫസൽ ഗഫൂർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ആ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്ന് അതിനകത്ത് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് പുറത്തേക്കൊരു സൂചന ലഭിക്കുന്നുണ്ടോ എന്ന സംശയം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഇപ്പുറത്ത് നിന്ന് കൊടുക്കേണ്ട മറുപടി കോൺഗ്രസ് ഒറ്റയ്ക്ക് കൊടുക്കാൻ മനസ്സ് ഉണ്ട് എന്ന് പറയുകയും അതിനുള്ള പ്രാപ്തി അവർക്ക് ഇല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ പാർട്ടി തന്നെ ഇനി വേണോ, ഈ പാർട്ടി തന്നെ ഇനി ഇന്ത്യയിൽ വേണോ എന്ന് ജനങ്ങൾ തീരുമാനമെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ആ ഗൗരവം പാർട്ടിക്ക് ഇപ്പോഴുണ്ടോ? ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹത്തിലേക്ക് വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതേ ചോദ്യം താങ്കളോട്. സത്യത്തിൽ ലാൽ, ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുമ്പോൾ കോൺഗ്രസ് പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടി അല്ലെങ്കിൽ ഒരു മതേതര പാർട്ടി ഈ രീതിയിൽ ദുർബലമാകുന്നതും തകർന്നതും തളർന്ന് വീഴുന്നതുമൊക്കെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ, ഒരു ജനാധിപത്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒറ്റയടിക്ക് ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ പകരം വെക്കാൻ, കോൺഗ്രസിന് പകരം വെക്കാൻ വേറൊരു BJP ഒഴിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ല എന്നുള്ള ഒരു ദുര്യോഗവും നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും 1-2 സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള ചില പാർട്ടികൾക്ക് സ്വാധീനമുണ്ട്. ഇപ്പൊ AAP ഡൽഹിയിലും പഞ്ചാബിലുമായിട്ട് ചുരുങ്ങുന്നു. CPM-ന്റെ സ്വാധീനമാകട്ടെ കേരളത്തിലെ ഒതുങ്ങുന്നു. DMK തമിഴ്നാട്ടിൽ ഒതുങ്ങുന്നു. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശില് ജഗ്മോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുടെ സ്വാധീനം ആന്ധ്രാപ്രദേശിൽ ഒതുങ്ങുന്നു. ചന്ദ്രശേഖര റാവു തെലങ്കാനയ്ക്ക് അപ്പുറത്തേക്ക് വളരുന്നില്ല. ഇത് തന്നെയാണ് ഒറീസയില് നവീൻ പട്നായിക്കിന്റെ സ്വാധീനം, ബംഗാളിൽ മമതാ ബാനർജിയുടെ സ്വാധീനം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ദേശീയ തലത്തിൽ ഒരുപോലെ കുറെയെങ്കിലും സംസ്ഥാനങ്ങളിൽ സാന്നിധ്യം അറിയിക്കാനും അവിടെയെല്ലാം ഗണനീയമായ ഒരു ശക്തിയായി, ഒരു ബദലായി മാറാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കൺമുന്നിൽ ഇല്ലാതിരിക്കെ നിലവിലുള്ള കുറച്ചെങ്കിലും അണികളും വേരുകളും അല്ലെങ്കിൽ സംഘടനാ സംവിധാനമുള്ള കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി നിഷ്പ്രഭമായി ഒന്ന് പൊരുതാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ ആത്യന്തികമായി അത് ശക്തിപ്പെടുത്തുന്നതും അത് സഹായിക്കുന്നതും BJP-യെ തന്നെയാണ്. BJP ആകട്ടെ, സത്യം പറഞ്ഞാൽ BJP ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ആ പാർട്ടിയിലുള്ളവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പോലും ജനാധിപത്യത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ കണ്ണിലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന മതേതരത്വത്തിലോ ഒന്നും BJP-ക്ക് അത്ര കണ്ട് വിശ്വാസമുണ്ടെന്ന് നമുക്ക് ബോധ്യമില്ല. മറിച്ച് അവരാകട്ടെ ഹിന്ദുത്വവാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ആ വികാരങ്ങൾ ഊതി വീർപ്പിച്ച് ആണ് സത്യത്തിൽ BJP വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത്. ഇന്ത്യയുടെ മതഘടന, ഓരോ സംസ്ഥാനത്തെയും ആ മതത്തിന്റെയും ജാതിയുടെയും ഘടന അതിന് വളരെ അനുകൂലമായ ഒരവസ്ഥയിലുമാണ്. മറുവശത്ത് BJP വോട്ടുകളാവട്ടെ ഇങ്ങനെ ചെതറിപ്പോവുകയും ചെയ്തു. ആ നിലയ്ക്ക് ഇത് സമാഹരിച്ചുകൊണ്ട് ഒരു നല്ല ഒരു പ്രതിപക്ഷ മുന്നണി, ഒരു സഖ്യം ഉരുത്തിരിയാതെ വരുന്ന 2024 തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു നേട്ടം ജോർജ് പൊടിപ്പാറ, അത്തരത്തിലൊരു സഖ്യം ഉണ്ടാക്കുന്നതിന് കോൺഗ്രസിന്റെ മനോഭാവത്തിൽ വരേണ്ട മാറ്റം ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ ഈ കേൾക്കുന്ന സൂചനകൾ വെച്ച് അത്തരമൊരു പഠനം നടക്കുന്നുണ്ട്?
ആ ഒരു പാഠം അവർ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് പറയാനാകുക? ഡോക്ടർ ലാൽ, അങ്ങനെ ഒരു പാഠം ഇനിയും കോൺഗ്രസ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി പഠിക്കാൻ കോൺഗ്രസിന് സമയം ഉണ്ടാവില്ല. നമുക്കറിയാം, അടുത്ത ആകെപ്പാടെ 2 സംസ്ഥാനങ്ങളിൽ ഭരണം അവശേഷിക്കുന്നു. നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കഴിഞ്ഞതാണ് ഇപ്പൊ 44 അല്ലെങ്കിൽ ആ ചുറ്റുവട്ടത്ത് 50 അടുത്ത് കോൺഗ്രസിന് സീറ്റുകൾ ഉള്ളതിൽ 19 ഏതാണ്ട് അതിന്റെ ഒരു 16-17 സീറ്റുകൾ കേരളത്തിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ പഞ്ചാബിൽ നിന്ന് കിട്ടിയ 5-6 സീറ്റുകൾ. ഈ രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് പിന്നെ എവിടെ നിന്നാണ് സീറ്റുകൾ കിട്ടുക? BJPക്ക് ശക്തിയില്ല ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാക്കാൻ കഴിയാതിരിക്കുന്നതിന്റെ കാരണം അവിടെ കോൺഗ്രസിനേക്കാൾ ശക്തമായത് മറ്റു പ്രതിപക്ഷ പാർട്ടികൾ. തമിഴ്നാട്ടില് കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഒരു സീറ്റെങ്കിലും നേടാൻ പറ്റുമോ? ആന്ധ്രാപ്രദേശിൽ സാധ്യതയുണ്ടോ? തെലങ്കാനയിൽ സാധ്യതയുണ്ടോ? ബംഗാളിൽ സാധ്യതയുണ്ടോ? ഒറീസയിൽ സാധ്യതയുണ്ടോ? ആസാമിൽ സാധ്യതയുണ്ടോ? പഞ്ചാബിൽ സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അപ്പൊ പിന്നെ കോൺഗ്രസിന് എവിടെ നിന്നാണ് സീറ്റുകൾ കിട്ടുക? BJPയും കോൺഗ്രസും പൊരുതുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഗുജറാത്തും, അതായത് ഇന്ത്യയുടെ ഹൃദയഭൂമി എന്ന് നമ്മൾ വിശേഷിക്കുന്ന മധ്യ ഭാരതമാണ്. ഈ ഗുജറാത്തും അതുപോലെ തന്നെ രാജസ്ഥാനും മധ്യപ്രദേശും ഛത്തീസ്ഗഡും അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശും ഹരിയാനയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് BJPയും കോൺഗ്രസും ജോർജ് പടിപ്പാറ, അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഇമേജിലൂടെ ഇപ്പോഴത്തെ ഒരു തർക്കം അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഒരു രീതിയും കൂടി വെച്ച് ഈ സമയമുണ്ട് 2024 എന്ന് ശ്രീ A. സജീവനെ പോലുള്ളവർ കാണുമ്പോഴും എങ്ങനെയാണ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള പ്രാദേശിക കക്ഷികൾ, ആം ആദ്മി പാർട്ടി ഒരു പ്രാദേശിക കക്ഷിയാണോ എന്ന് എനിക്കറിയില്ല, ഇടത് ശക്തികളെ അങ്ങനെ കാണാൻ സാധിക്കുമോ എന്നും അറിയില്ല, അവരൊക്കെ ഓരോ DMK അങ്ങനെയുള്ള കക്ഷികളൊക്കെ ഓരോ പ്രദേശത്തും അവരവരുടെ ശക്തി വലിയ രീതിയിൽ കൂട്ടി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ 2024 അവർക്ക് ബലമുണ്ടാകുമോ? കോൺഗ്രസിന് ഇപ്പോൾ കിട്ടിയ സീറ്റുകൾ അതേ പ്രദേശത്ത് നിന്ന് കിട്ടുമെന്ന് കാണണോ? ഡോക്ടർ ലാൽ, ആദ്യം തന്നെ കോൺഗ്രസ് ചെയ്യേണ്ടത്, കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആരാണ് ഉത്തരവാദികൾ? യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ തകർക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. മധ്യപ്രദേശിൽ എങ്ങനെയാണ് ഭരണം നഷ്ടപ്പെട്ടത്? ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടും ആ ഭരണം നിലനിർത്താൻ കോൺഗ്രസിന് കഴിയാതെ വരുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസിനെ ജനങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക? രാജസ്ഥാനിൽ എന്താ സ്ഥിതി ഇപ്പോഴും? അവിടെയും ഉൾപാർട്ടി തർക്കം. കർണാടക കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്. ഇപ്പോഴും കോൺഗ്രസിന് നല്ല അടിത്തറയുള്ള, കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ള സംസ്ഥാനമാണ് കർണാടക. പക്ഷെ അവിടെ എങ്ങനെയാണ് പ്രശ്നം? അവിടെ എങ്ങനെയാണ് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് അകന്നു പോകുന്നത്, അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത്? BJPയുടെ മഹത്വം അല്ലെങ്കിൽ BJPയുടെ മേന്മ കൊണ്ടല്ല, കോൺഗ്രസിന്റെ ആ ഒരു സംഘടനാപരമായ അല്ലെങ്കിൽ ഒരിക്കലും പൊരുത്തപ്പെടാത്ത ധ്രുവങ്ങളോളം അകലെ നിന്ന് എങ്ങനെ വെട്ടിവീഴ്ത്താം എന്ന് പരസ്പരം മത്സരിക്കുന്ന നേതാക്കളുടെ ഒരു കൂടാരമായിട്ട് കോൺഗ്രസ് മാറുമ്പോൾ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തൊലിപ്പുറത്തെ ചികിത്സ പോരാ, ഇനി വലിയ ഇടപെടൽ തന്നെ വേണം, വലിയ മേജർ സർജറിയാണ് ഇപ്പോൾ വേണ്ടത്. അതിനുള്ള സൂചന ഇന്നത്തെ AICC യോഗത്തിന് ശേഷം ഇപ്പോൾ 8:45 വാർത്താ സമ്മേളനം ഉണ്ടാകാൻ പോകുന്നുണ്ട്. 8:45 വാർത്താ സമ്മേളനത്തിൽ നമുക്കത് കാണാൻ സാധിക്കുമോ എന്നുള്ളത് അറിയാം. ശ്രീ A. സജീവൻ, അപ്പോൾ ഈ കാണുന്ന കാഴ്ചകളും ഇപ്പോൾ കേട്ടതും ഒക്കെ വെച്ച്, ഈ വിലയിരുത്തലുകളൊക്കെ വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിന് വലിയ പ്രതിസന്ധിയാണ്, നമ്മൾ വിചാരിച്ചതിനും അപ്പുറമുള്ള പ്രതിസന്ധിയിലാണ്, കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് തന്നെയല്ലേ? ഇപ്പോൾ AICCക്ക് മുമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് किसी का कोई इस्तीफा भी हुआ है क्या मैम? किसी का कोई इस्तीफा हुआ है पार्टी से? ऐसा कुछ पद से ऐसा कुछ नहीं. ठीक है. അതായത് ഇത് വളരെ എളുപ്പമാണെന്നല്ല ഞാൻ പറഞ്ഞത്, എളുപ്പമല്ല. കാരണം ഇവിടെ തീരുമാനിക്കേണ്ടത് ഈ 3 പേരാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമാണ്. അവർ മുന്നോട്ടേക്ക് ഭരണവുമായി അവരുടെ അധികാരവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ വൈതാളിക പരിപാടി നിർത്തണം, എന്നിട്ട് സംഘടനയെ ശക്തിപ്പെടുത്തണം. അങ്ങനെയാവുമ്പോൾ കുറെ കൂടി മുന്നോട്ടേക്ക് പോകാൻ കഴിയും. അതല്ലെങ്കിൽ അവർ ഒഴിഞ്ഞിട്ട് മനസ്സാൽ ഒഴിയണം. ഒഴിഞ്ഞു കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടില്ല, അങ്ങനെ ഒരു വേതാളത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള പരിപാടിയിലേക്ക് പോയാൽ തകരും. ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് കോൺഗ്രസിന് അടിത്തറയുണ്ടാക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്നെന്ന് പറയണം അമേഠിയിൽ. അവിടെ അദ്ദേഹത്തിന് വളരെ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? എതിർ സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെട്ടിട്ട് പോലും ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. സ്മൃതി ഇറാനി അവിടെ ഇപ്പോൾ തന്നെ 2014 പരാജയപ്പെട്ടിട്ടും അവർ പൂർണ്ണമായിട്ടും തോറ്റ
MP എന്ന് പറയുന്ന പോലെ അവർ തോറ്റ MP ആയിട്ട് അവിടെ ഫുൾ ടൈം മണ്ഡലത്തിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അവിടെയുള്ള ആളുകളുടെ മുമ്പിൽ അവർ ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ രാഹുൽ ഗാന്ധിക്ക് അതിനെ പറ്റിയില്ല. ഇത് രാഹുൽ ഗാന്ധി എല്ലാ കോൺഗ്രസ്സുകാരും ഈ നേതാവിന്റെ പിന്നാലെ പെട്ടിയെടുക്കുന്ന, ഇപ്പൊ തന്നെ പല പോസ്റ്ററുകളിലും മറ്റും കാണുന്നില്ലേ, ഇപ്പൊ പെട്ടിയെടുപ്പുകാർ വേണ്ട എന്ന് പറയാൻ കോൺഗ്രസ്സുകാർക്ക് തന്നെ തോന്നുന്നു. പെട്ടിയെടുക്കുന്ന പരിപാടിയിൽ നിന്ന് മാറിയിട്ട് തന്റെ തട്ടകത്ത് തന്നെ ഏൽപ്പിച്ചുള്ള ചുമതലയിൽ പൂർണ്ണമായിട്ട് നിൽക്കുക. അങ്ങനെ നിന്നാൽ അവർക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നാളെ അവര് പഴയതുപോലെ തനിച്ച അധികാരത്തിൽ വരുമെന്നെല്ലാം പറയുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം കോൺഗ്രസിന്റെ അടിത്തറ പൂർണ്ണമായിട്ടും തകർന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളരെ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എല്ലാ സ്ഥലത്തും ഉണ്ട്, കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളോട് അവരെ ചവിട്ടി പുറത്താക്കുന്ന രൂപത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. ഇപ്പൊ കോൺഗ്രസ്സുകാർ ചെയ്യേണ്ടത്, ഇപ്പൊ എന്ത് തീരുമാനമാണ് ഇപ്പൊ 8:45 പ്രഖ്യാപിക്കാൻ പോകുന്നെങ്കിൽ പോലും ആ തീരുമാനത്തിൽ ആത്മാർത്ഥത വേണം. പാർട്ടിക്ക് വേണ്ടിയുള്ള പ്രവർത്തനത്തിലേക്ക് പോകണം. 2019 തോൽവി കഴിഞ്ഞതിന് ശേഷം ഓടി ഒളിച്ച AICC പ്രസിഡന്റ് സ്ഥാനവും വേണ്ട എന്ന് വിചാരിച്ച് നാട്ടിൽ നിന്ന് തന്നെ ഓടി ഒളിച്ച് എവിടെയാണെന്ന് നമുക്ക് അറിയാതെ പോയ തരത്തിലുള്ള ഒരു നേതാവ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒക്കെ ആ പാർട്ടിക്ക് അധപ്പതനമായിരിക്കും. ഒന്നുകിൽ മനസ്സുകൊണ്ട് മാറണം, അല്ലെങ്കിൽ സ്വയം മാറണം. ഡോക്ടർ ഫസൽ ഗഫൂർ, ഈ ഓടി ഒളിച്ചു എന്നൊക്കെ പറയുമ്പോൾ പറയാൻ നമുക്ക് രസമുണ്ടെന്നുള്ളതല്ലാതെ എവിടെയാണ് ഈ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. പക്ഷേ അതേസമയം പാർട്ടിയെ നയിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയായിരുന്നു. അതിനുശേഷവും പുറത്തു നിന്നിട്ട് ആക്ടിംഗ് പ്രസിഡന്റായി സോണിയാഗാന്ധി തന്നെയുണ്ട്. കൂട്ടത്തിൽ പ്രിയങ്ക ഗാന്ധിക്കും നല്ലൊരു AICC ജനറൽ സെക്രട്ടറി സ്ഥാനമുണ്ട്. ആ കുടുംബം തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നതിൽ നമുക്ക് പിന്നെ അവരുടെ കൂടെയുള്ള പാർശ്വവർത്തികളായിട്ടുള്ള ഇപ്പം നേരത്തെ പറഞ്ഞ പെട്ടിപിടുത്തക്കാരും ഒക്കെ കൂടെയുണ്ട്. ഇതിലൊക്കെ ഒരു മാറ്റം വരണം. അപ്പുറത്ത് ഉള്ളത് BJP ആണ്, സാധാരണ BJP അല്ല. എല്ലാ വിഭാഗങ്ങളെയും ഒക്കെ കൂടെ നിർത്തി പ്രൊഫഷണലായി തെരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറാൻ അറിയാവുന്ന BJP കൂടിയാണ്. അവരെ നേരിടാൻ കോൺഗ്രസ്സിന് ഈ പണിയൊക്കെ ഇന്ന് 8:45 ഒറ്റയടിക്ക് തീർക്കാനാകുമോ? കാരണം വെച്ചാൽ എനിക്ക് തോന്നാനില്ല. ഞാനിവരെ ഫോളോ ചെയ്യുന്ന ഇവർക്കെല്ലാം ഇന്ത്യയെ പറ്റി വല്ല ധാരണയുണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രബലമായ BJP അല്ല, ഏറ്റവും വലിയ ഭീഷണി എവിടെ എന്നറിയോ? ഒരു സംസ്ഥാനത്ത് കൂടെ ഇപ്പൊ പ്രാദേശിക പാർട്ടി വന്നു, പഞ്ചാബിൽ. അപ്പൊ ഇന്ത്യയിലെ 22 സംസ്ഥാനങ്ങളിൽ, കറക്റ്റായിട്ട് ഞാൻ പറയണേ, 22 സംസ്ഥാനങ്ങളിൽ BJPക്ക് എതിരായിട്ട് നിൽക്കുന്നത് ഇവരല്ല, എതിരായിട്ട് നിൽക്കുന്നത് പ്രാദേശിക പാർട്ടികളാണ്. ഇനിയിപ്പോൾ CPM പ്രാദേശികം എന്ന് പറയുന്നില്ലെങ്കിൽ കൂടി കേരളത്തിൽ CPM കുഴപ്പമില്ല. പക്ഷെ അടുത്ത സംസ്ഥാനത്ത് DMK, അണ്ണാ DMK, അതിൻ്റെ അപ്പുറത്തെ സംസ്ഥാനത്ത് YSRCP, തെലുഗുദേശം, അതിൻ്റെ അപ്പുറത്തെ സംസ്ഥാനത്ത് TRS, BJP, അതിൻ്റെ അപ്പുറത്തെ സംസ്ഥാനത്ത് ശിവസേന, BJP, NCP, നാലാമതാണ് കോൺഗ്രസ് നിൽക്കുന്നത്. ബീഹാറിലെ സ്ഥിതി എന്താ? RJD, JDU, BJP, 4ാം സ്ഥാനം പോലും കോൺഗ്രസിനില്ല. മമതാ ബാനർജി, CPM, അത് കഴിഞ്ഞ് മറ്റേ TMC, അങ്ങനെ 4ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് അവർ നിൽക്കുന്നു. എങ്ങനെ തിരിച്ചു വരും എന്ന് പറയുന്നത്? അപ്പൊ ഇവർ കുഴിച്ച കുഴി തന്നെ ഇവർ ചാടിയിരിക്കുകയാണ്. ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് എല്ലാ സ്ഥലത്തും പ്രാദേശിക പാർട്ടികൾ വന്നു. എനിക്കൊരു മിനിറ്റ് തരണം. നമ്മുടെ ഹൈദരാബാദിലെ എയർപോർട്ടിൽ വെച്ച്, ബീഗംപേട്ട എയർപോർട്ടിൽ വെച്ചിട്ട് T-Anjayയെ അപമാനിച്ചതിന്റെ ഫലമായിട്ടാണ് അവിടെ തെലുഗുദേശം വന്നത്. നമുക്ക് ആ ചരിത്രം മറന്നു പോകാൻ പറ്റില്ല. ഇവിടെ എല്ലാ സജീവനൊക്കെ അറിയാം. അതായത് 6 അണ കൂലിയായിട്ടുള്ള പിന്നോക്കമായ T-Anjayയെ എയർപോർട്ടിൽ വെച്ച് അപമാനിച്ചതിന്റെ ഫലമായിട്ട് തെലുഗു ആത്മഗൗരവം എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി വരുന്നത്. ഇപ്പൊ AIP വരുന്നതിന് കാരണം എന്താണ്? തോന്നിയ വിധത്തിൽ മുഖ്യമന്ത്രിമാരെ മാറ്റുന്നു എന്നുള്ള പേരിൽ അവിടെ വരുന്നു. അപ്പോൾ ഓരോ സ്ഥലത്തും ഇപ്പൊ എന്താണെന്നറിയോ? BJP അല്ല, BJP വേഴ്സസ് ദി റീജിയണൽ പാർട്ടിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാ സ്ഥലത്തും. ഇപ്പൊ അകാലിദൾ, AIP, BJP, പിന്നെ കോൺഗ്രസിലോട്ട് പോകണം. ഇപ്പൊ തൽക്കാലം കോൺഗ്രസ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും ആപ്പ് വളരുകയും അകാലികളുടെ വോട്ടൊന്നും കുറയാൻ പോലുള്ള, അകാലി എന്ന് പറഞ്ഞ ഒരു വികാരമാണത്. അപ്പൊ ആ വികാരത്തിൽ അകാലി വോട്ടുകൾ തിരിച്ചു വരും. അപ്പൊ ആ നിലക്ക് ഞാൻ കാണുന്നത്, ഇപ്പൊ ഡൽഹിയെ നമുക്കറിയാലോ, BJP, ആപ്പ്, പിന്നെ കോൺഗ്രസ് വരുന്നത്. അപ്പൊ ആ നിലക്ക് എനിക്ക് യാതൊരു തരത്തിലുള്ള, ഞാൻ പിന്നെ ഒരു കാര്യം ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ വിചാരിക്കുന്നത്, ഞാൻ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ടാണ്. നെഹ്റു കുടുംബമായിട്ട് നിങ്ങൾക്കറിയാലോ, ലാലിനറിയാം, ഏറ്റവും വലിയ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ എൻ്റെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇടതുപക്ഷ ചിന്തയോ അല്ലെങ്കിൽ BJP ചിന്തയോ വെച്ച് പറയുന്നില്ല. ഇതൊരു അനാലിസിസ്, രാഷ്ട്രീയ അനാലിസിസ് ആണ്. പിന്നെ വേറെ കാര്യമുണ്ട്, യു ഹാവ് ടു സ്റ്റാൻഡ് ആൻഡ് ഫൈറ്റ്. മനസ്സിലായില്ലേ? യു ഹാവ് ടു സ്റ്റാൻഡ് അറ്റ്. ജവഹർലാൽ നെഹ്റു പൊരുതിയിട്ടുണ്ട് സർദാർ പട്ടേലിനെതിരായിട്ട്. മഹാത്മജി മരിച്ചതിന് ശേഷം
പട്ടേൽ മുഖ്യമന്ത്രിമാരായിരുന്നു എല്ലാ സ്ഥലത്തും. നിങ്ങൾക്കറിയാം, ചന്ദ്രഭാൻ ഗുപ്ത, അതുല്യ ഘോഷ്, മൊറാർജി ദേശായി, ഇവരെല്ലാവരും പട്ടേൽ ഗ്രൂപ്പിൽപ്പെട്ടവരെ. അവർക്കെതിരായിട്ട് കാൻഡിഡേറ്റ് നിർത്തി ജയിച്ചു എന്നാണ് നെഹ്റു. ഇന്ദിരാഗാന്ധി പൊരുതി എല്ലാവരുടെ അടുത്തും. നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിൽ. 153 MP, 20 MP കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ UDFന്റെ എമർജൻസിക്ക് ശേഷം? അതാണ് ഇപ്പോഴത്തെ സ്ഥിതി കിടക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഭാരതീയ ജനതാ പാർട്ടി നിങ്ങൾ പറഞ്ഞ 100% നമ്മളൊന്നും യോജിക്കുന്നില്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടന, രാഷ്ട്രീയ ഘടന, പിന്നെ പോപ്പുലർ ആയിട്ടുള്ള നേതാക്കന്മാർ അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ശിവരാജ് സിംഗ് ചൗഹാൻ, മുമ്പ് മരിച്ചുപോയ ഭൈരോൺ സിംഗ് ഷെഖാവത്ത്, അടൽ ബിഹാരി വാജ്പേയി, ഇപ്പൊ ഈവൻ നമ്മൾ അംഗീകരിക്കില്ലെങ്കിലും നരേന്ദ്രമോദി, അവരുടെ ഫിലോസഫിയോട് നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷെ അവരുടെ പാർട്ടി ഘടനയും പാർട്ടി പ്രവർത്തനത്തെയും നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല എന്നുള്ള വിഷയമുണ്ട്. അതുകൊണ്ട് ജനങ്ങളറിയുന്ന, ജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ജനസ്വാധീനമുള്ള പ്രവർത്തകരെ കൊണ്ടുവരും. പിന്നെ നേരത്തെ പറഞ്ഞ, ഞാൻ വീണ്ടും പറയാണ്, ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് ഈ നോമിനേഷൻ പൊളിറ്റിക്സ്. പ്രാദേശികമായിട്ട് ഹേമവതി നന്ദൻ ബഹുഗുണനെ ഒതുക്കാനായിട്ടോ അല്ലെങ്കിൽ ശരത് പവാർ ഒതുക്കാനായിട്ടോ ഒക്കെ തുടങ്ങിയ ഒരു പ്രക്രിയ ഇവിടെ ശക്തമായിട്ടുണ്ടായിരുന്ന KSU. അന്നൊന്നും SFI ഇല്ല ക്യാമ്പസുകളിൽ. ഞങ്ങൾ പഠിക്കുമ്പോൾ SFI ഇല്ല, KSU ആണ് എല്ലായിടത്തും. അന്ന് VM സുധീരനാണ് KSU പ്രസിഡന്റ്. അതൊക്കെ നശിപ്പിച്ച് എല്ലാത്തിനും നോമിനേറ്റഡ് ആക്കി മാറ്റി. ഇനിയിപ്പോ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രാദേശിക പാർട്ടികൾ, ബിജു ജനതാദൾ അടക്കമുള്ളവർ നേരിട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ വിജയം സുനിശ്ചിതം. യെസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ 8:45 നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ എന്താണ് AICCയുടെ വർക്കിംഗ് കമ്മിറ്റിക്ക് ശേഷം ഇന്ന് തീരുമാനമായി പുറത്തേക്ക് വരാൻ പോകുന്നത്? ഈ ഗൗരവം മനസ്സിലാക്കിയുള്ള ഒരു ചർച്ചയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8:45 എന്താണ് കോൺഗ്രസിന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. 9 മണിക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അത്ര ഉറപ്പ് തരാൻ പറ്റില്ല. പ്രിയപ്പെട്ട എൻ്റെ പാനലിസ്റ്റുകളോട് ഞാനത് ഒന്ന് പറയുകയാണ്. നമുക്ക് 9:30 വരെ ഇരിക്കാൻ എല്ലാവരും കൂടി ഒന്ന് തയ്യാറാകണം എന്നാണ് എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന. ചിലപ്പോൾ ഈ ചർച്ച അതുവരെ കൊണ്ടുപോകേണ്ടി വന്നേക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സൂചന, സോണിയാഗാന്ധി തുടരുമെന്ന് രാജീവ് ശുക്ലയുടെ ഒരു കമൻറ്റ് വന്നതായി ഇപ്പോൾ ഒരു അറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോണിയാഗാന്ധി തുടരും എന്നാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എന്താണ് തീരുമാനം എന്നുള്ളത് വരട്ടെ, നമുക്കത് കഴിഞ്ഞിട്ട് തന്നെ പറയാം. പക്ഷേ ഈ ഗൗരവം, ഇപ്പോൾ പറഞ്ഞ ഗൗരവത്തിലുള്ള ഒരു സാഹചര്യത്തെ ഇന്ത്യയിൽ മുന്നോട്ടിനി നയിക്കാൻ 2024 തെരഞ്ഞെടുപ്പ് ഫലത്തെ നമുക്ക് ഏത് രീതിയിൽ കാണാൻ പറ്റുമെന്ന് ഇവിടെ ഇരുന്ന് ഇപ്പോൾ തന്നെ ഒരു പ്രവചനം നടത്താൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ഒരുപാട് തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ള ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഇരുന്ന് തന്നെ കാണാൻ സാധിക്കും. കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക്, BJP വിരുദ്ധ കോൺഗ്രസ് ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കുള്ള ശക്തിക്ക് ഒരു തടയിടാൻ കൂടി കോൺഗ്രസിന് ശ്രമിക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ കൂടെ ഉൾപ്പെടുത്തി മറ്റ് കക്ഷികൾക്ക് കൂടെ പോകേണ്ടി വരും. ഇപ്പോഴുള്ള ഒരു സൂചനയും ഈ രാത്രിയിലെ ഈ സമയത്തും അങ്ങനെ ഒരു സൂചന നമ്മുടെ മുമ്പിൽ ഇല്ലാത്തപ്പോൾ ഇനി സമയമുണ്ടോ അതിനൊക്കെ? അല്ല ഡോക്ടർ ലാൽ, നമ്മൾ ഈ ചർച്ചയിൽ കാണിക്കുന്ന ഗൗരവം, നമ്മൾ പ്രകടിപ്പിക്കുന്ന ഒരു ഉത്കണ്ഠ, അത്രയും ഈ കോൺഗ്രസ് പ്രവർത്തക സമിതിക്കുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെയുള്ള ഒരു സൂചനയും നമുക്ക് ഈ നിമിഷം വരെ കിട്ടിയിട്ടുമില്ല. എന്താണ് അവരുടെ തീരുമാനം? അവരത് പ്രഖ്യാപിക്കട്ടെ. നമ്മളെല്ലാം ആകാംക്ഷയോടെ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ എന്തെല്ലാം ഒരു മാജിക്ക്, അങ്ങനെ പ്രാപ്തിയൊന്നും ആ പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല. കാണിക്കാൻ കഴിഞ്ഞാലും അതിൻ്റെ അടുത്ത 2 വർഷം കൊണ്ട് വലിയൊരു മാറ്റിമറിക്കൽ ഒന്നും നടത്താൻ ഈ പാർട്ടിക്ക് കഴിയില്ല, കോൺഗ്രസിന് കഴിയില്ല. അത് ഏത് രീതിയിൽ ഏത് സംവിധാനം വന്നാലും അവസ്ഥ അത് തന്നെയായിരിക്കും. പക്ഷേ അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാകും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. നമ്മുടേതൊരു ഫെഡറൽ സംവിധാനമാണ്. ഫെഡറൽ സംവിധാനത്തിൽ ഓരോ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾ വളരുന്നതിൽ, ആധിപത്യം നേടുന്നതിൽ ഒരു അപകടവും ഞാൻ കാണുന്നില്ല. ഒരു ആവശ്യം വരുന്ന സമയത്ത് നമ്മുടെ യൂണിയനെ, നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ, രാഷ്ട്രത്തെ രക്ഷപ്പെടുത്തേണ്ടതായ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ അപ്പോൾ ഈ പാർട്ടികളെല്ലാം ഒന്നിക്കും. നമ്മളതിനു മുമ്പ് പല ഘട്ടങ്ങളിലും അത് കണ്ടതാണല്ലോ. ഏറ്റവും ഒടുവിൽ തന്നെ നമ്മൾ കണ്ടില്ലേ, 2004 അത് കണ്ടതാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗൗരവത്തോടെ, ഉത്തരവാദിത്വബോധത്തോടെ ഉണർന്ന് സംയോജിച്ച് പ്രവർത്തിക്കാൻ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയും. അതാണ് നമ്മുടെ ഈ ഫെഡറൽ സംവിധാനത്തിൻ്റെ ശക്തിയും
അതിൻ്റെ പ്രത്യേകതയും. യെസ് പി ആർ സുനിൽ ഇപ്പോൾ ടെലിഫോണിലുണ്ട്. സുനിൽ, എന്താണ് ഇപ്പോൾ 8:45 വാർത്താ സമ്മേളനത്തിന് ഇപ്പോൾ ഉടനെ തുടങ്ങാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് എന്താണ് സുനിൽ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ? ലാൽ, കോൺഗ്രസിന്റെ വാർത്താ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഏതായാലും പ്രവർത്തക സമിതിയുടെ തീരുമാനങ്ങൾ അല്പസമയത്തിനകം കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കും. ഏതായാലും ഇപ്പോൾ പ്രവർത്തക സമിതി യോഗം അവസാനിക്കുമ്പോൾ കിട്ടുന്ന സൂചന അനുസരിച്ച് സോണിയാഗാന്ധി ഇടക്കാല അധ്യക്ഷയായി തന്നെ തുടരും. സോണിയാഗാന്ധിയെ ഐക്യകണ്ഠേന പ്രവർത്തക സമിതിയിലെ എല്ലാ അംഗങ്ങളും പിന്തുണച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന അംബിക സോണി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിക്കെതിരെ ആരെങ്കിലും വലിയ വിമർശനം ഉന്നയിച്ചില്ല എന്ന അഭിപ്രായവും ചില നേതാക്കൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗാന്ധി കുടുംബത്തിന് എന്തെങ്കിലും ഒരു ബദൽ സംവിധാനം ഇപ്പോൾ ആവശ്യമില്ല, ഗാന്ധി കുടുംബം തന്നെ കോൺഗ്രസിനെ നയിക്കും എന്നാണ് ഇപ്പോൾ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളില്ല. ഇതിനു മുൻപ് കണ്ടതുപോലുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി പോയിരിക്കുന്നു. ഏതായാലും അല്പസമയത്തിനകം അത് ഔദ്യോഗികമായി കോൺഗ്രസ് നേതാക്കൾ ഇവിടെ ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കും. അല്പസമയത്തിനകം വാർത്താ സമ്മേളനം ആരംഭിക്കും. ഏതായാലും ഈ യോഗത്തിനകത്ത് നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. നേരത്തെ പല റിപ്പോർട്ടുകളും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ രാജ്യസന്നദ്ധ യോഗത്തെ അറിയിക്കും. അതിനുശേഷം പ്രവർത്തക സമിതി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്നതായിരുന്നു. ഏതായാലും അത് സംബന്ധിച്ച എന്തെങ്കിലും ഒരു സൂചന ഇപ്പോൾ യോഗം കഴിഞ്ഞ് പുറത്തു വന്ന നേതാക്കളൊന്നും തന്നെ നൽകുന്നില്ല. ഏതായാലും നേതാക്കളിൽ നിന്ന് കിട്ടുന്ന സൂചന അനുസരിച്ച് അവർ മാധ്യമങ്ങളോട് സംസാരിച്ചതനുസരിച്ച് ഇപ്പോൾ സോണിയാഗാന്ധി ഇടക്കാല അധ്യക്ഷയായി തുടരും. രാഹുൽ ഗാന്ധിക്കെതിരെ എന്തെങ്കിലും വലിയ വിമർശനം യോഗത്തിൽ ഉണ്ടായിട്ടില്ല. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരാജയം വിശദമായി പരിശോധിച്ചു. സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ തുടർ ഭാവിയിൽ സ്വീകരിക്കും എന്നാണ് ഇപ്പോൾ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. സുനിൽ, സോണിയാഗാന്ധി രാജിവെക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതായി ഇന്നലെ മുതലുള്ള വാർത്തയുണ്ടല്ലോ. ഒപ്പം രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും രാജി, അത്തരത്തിൽ എന്തെങ്കിലുമുള്ള ഒരു സൂചന ഈ പ്രവർത്തക സമിതി യോഗത്തിൽ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? എന്തായാലും ഇതുവരെ പുറത്തു വന്ന നേതാക്കളൊന്നും തന്നെ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും ഒരു രാജ്യ സന്നദ്ധത അറിയിച്ചതായി എന്തെങ്കിലും ഒരു വിവരം ഇതുവരെ നേതാക്കൾ പറഞ്ഞിട്ടില്ല. ഏതായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഔദ്യോഗിക വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. തൽക്കാലം കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസിന്റെ അധ്യക്ഷയായി സോണിയാഗാന്ധി തന്നെ തുടരും. സോണിയാഗാന്ധിക്ക് പ്രവർത്തക സമിതി ഐക്യകണ്ഠേന പിന്തുണ നൽകി എന്നാണ് ഇപ്പോൾ പുറത്തു വന്ന രാജീവ് ശുക്ല, അംബിക സോണി, അശോക് ഗെഹ്ലോട്ട് ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി താൽക്കാലിക അധ്യക്ഷയായി ഇടക്കാല അധ്യക്ഷയായി തുടരും. സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ. അതിനുശേഷം ഒരു പുതിയ അധ്യക്ഷൻ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വരും സംഘടനാ തെരഞ്ഞെടുപ്പിന് ശേഷം. ഏതായാലും ഇപ്പോൾ തൽക്കാലം എന്തെങ്കിലും ഒരു വലിയ മാറ്റം കോൺഗ്രസിനില്ല എന്ന കാര്യം വ്യക്തമാണ്. ഏതായാലും എന്തായിരിക്കും പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനം എന്നതാണ് ഇനി അറിയേണ്ടത്. അതായിരിക്കും ഒരുപക്ഷെ അല്പസമയത്തിനകം നേതാക്കൾ വ്യക്തമാക്കി. ഏതായാലും 5 സംസ്ഥാനങ്ങളിലെ പരാജയം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. കോൺഗ്രസിന് സംഘടനാ സംവിധാനമാകെ വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോയ ഒരു പരാജയം തന്നെയായിരുന്നു. വലിയ തോതിൽ വോട്ട് ശതമാനം കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു ഉത്തർപ്രദേശിലടക്കം നേരിടേണ്ടി വന്നത്. ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ വിമർശനമാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നത്. പഞ്ചാബിൽ കെ സി വേണുഗോപാൽ വാർത്താ സമ്മേളനത്തിന് തയ്യാറായി എത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വാർത്താ സമ്മേളനത്തിലേക്ക് reported to the working committee about the election results and the entire electioneering process. After that, Congress working committee members, including all the senior leaders, openly participated in the discussion to analyze the results. It was a sincere discussion, very fruitful discussion happened in the working committee, and working committee unanimously accepted a statement which I am going to read out. The recent assembly elections also of 5 states are a cause of serious concern for the Indian National Congress.
the party accepts that due to shortcomings in our strategy, we could not effectively expose the misrule of BJP state governments in 4 states and overcome the anti-incumbency in the state of Punjab in the short time after effecting a change of leadership. Congress party represents the hope of millions of Indians against political authoritarianism prevailing in the country today, and the party is fully conscious of its immense responsibility. The CWC expresses its gratitude to millions of Congress workers and leaders across the 5 states who work tirelessly for the party and its candidates. While humbly accepting the electoral verdict of the latest round of assembly elections, the Congress party assures its workers and the people of India that it will continue to remain a vigilant and vibrant opposition. Congress party will fully prepare to face the electoral challenges in the election-going states in 2022 and 2023, as well as in the Lok Sabha election 2024. CWC unanimously reaffirms its faith in the leadership of Srimati Sonia Gandhi and requests the Congress President to lead from the front, address the organizational weakness, effect necessary and comprehensive organizational changes in order to take on the political challenges. And CWC also decided to have a detailed deliberation of the party strategy and way forward in the upcoming elections in 2022, 23 and 24. A Chindan Shivir of the senior leaders will be held immediately after the current parliament session. Before the Chindan Shivir, the CWC will meet once again to discuss the matters to be taken up in the meeting, including the organizational changes and the strategies. Honorable Congress President will immediately take up the immediate correction measures to revamp and re-strengthen the organization. This is what we decided. कांग्रेस कार्य समिति की बैठक बहुत बहुत शुक्रिया। बहुत लगभग सभी नेताओं ने बड़े खुले मन से अपने अपने विचार रखे, बड़े खुले मन से चर्चा हुई। जहाँ जहाँ हमारी कमियां हैं और जहाँ जहाँ हमारी ताकत हैं, उन सब का गहन चिंतन से अवलोकन किया गया। खुले मन से और साफ दिल से उस पर चर्चा हुई। सभी नेताओं ने अपने विचार रखे और उस सारी मंत्रणा का जो सार था वो एक कांग्रेस कार्य समिति के बयान के तौर पर श्री केसी वेणुगोपाल जी ने आपको पढ़कर सुनाया है। उसका हिंदी रूपांतर मैं आपको बताऊंगा। कांग्रेस कार्य समिति द्वारा जारी वक्तव्य। 5 राज्यों के विधानसभा चुनाव परिणाम भारतीय राष्ट्रीय कांग्रेस के लिए गंभीर चिंतन का विषय है। पार्टी का ये मानना है कि अपनी रणनीति में खामियों के चलते हम जहां 4 राज्यों में भाजपा सरकारों के कुशासन को प्रभावी ढंग से उजागर नहीं कर पाए, वहीं पंजाब राज्य में नेतृत्व बदलाव के बाद मिले सीमित समय में सत्ता विरोधी लहर पर काबू नहीं पाया जा सका। कांग्रेस पार्टी देश में आज व्याप्त राजनीतिक निरंकुशता के खिलाफ करोड़ों भारतीयों की आशाओं का प्रतिनिधित्व करती है और अपनी इस जिम्मेवारी के प्रति पूरी तरह से सजग और जागरूक है। कांग्रेस कार्य समिति लाखों कांग्रेस कार्यकर्ताओं और नेताओं के प्रति अपना आभार व्यक्त करती है, जिन्होंने 5 राज्यों के इन चुनावों में पार्टी और उसके उम्मीदवारों के लिए अथक परिश्रम किया। कांग्रेस पार्टी अपने कार्यकर्ताओं और भारत के लोगों को आश्वस्त करती है कि वह विधानसभा चुनाव के इस जनमत को विनम्रता से स्वीकार करते हुए एक सतर्क और जीवंत विपक्ष की भूमिका निभाएगी। कांग्रेस पार्टी भविष्य में होने वाले 2022 और 2023 के राज्यों के चुनाव एवं 2024 के
लोकसभा व राज्यों के चुनाव की चुनौतियों से मुस्तैदी से निपटने के लिए तत्परता से हर तैयारी करेगी। कांग्रेस कार्य समिति ने सर्वसम्मति से श्रीमती सोनिया गांधी जी के नेतृत्व में अपने विश्वास की पुनः पुष्टि की और कांग्रेस अध्यक्ष से अनुरोध किया कि वे आगे बढ़ पार्टी का नेतृत्व और मजबूती से करें एवं आवश्यक तथा സോണിയാഗാന്ധി തന്നെ തുടരും, നിലവിലെ പ്രവർത്തക സമിതിയും തുടരും. കോൺഗ്രസ് അധ്യക്ഷയായി സോണിയാഗാന്ധി തുടരും. പുതിയ അധ്യക്ഷനെ ഉടൻ തീരുമാനിക്കും. ഗാന്ധി കുടുംബത്തിൽ വിശ്വാസം അർപ്പിച്ച കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. CWC പുതിയ അധ്യക്ഷനെ തീരുമാനിക്കുന്നതുവരെ CWC തുടരും. തോൽവിക്ക് കാരണം BJP വിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചത്, ഇതൊക്കെയാണ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. KC വേണുഗോപാലിൻ്റെ ആ വാക്കുകളിലേക്ക് ഒന്നുകൂടി. CWC unanimously reaffirms its faith in the leadership of Srimati Sonia Gandhi and requests the Congress President to lead from the front, address the organizational weakness, effect necessary and comprehensive organizational changes in order to take on the political challenges. Honorable Congress President will immediately take up the immediate correction measures to revamp and re-strengthen the organization. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇതാണിപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നുള്ള തീരുമാനങ്ങൾ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. സോണിയാഗാന്ധി തുടരും. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ വിശ്വാസം അർപ്പിക്കൽ ഇപ്പോൾ നമ്മൾ കേട്ടു. പ്രതികരണം എന്താണ്? അല്ല, നമ്മൾ ഈ പാർട്ടിയെക്കുറിച്ച് ഈ ചർച്ചയിൽ നേരത്തെ പ്രകടിപ്പിച്ച എല്ലാ ആശങ്കകളും ശരിയായിരുന്നു എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇതിനപ്പുറം ഒന്നും ആലോചിക്കാനും തീരുമാനിക്കാനും ആ പാർട്ടിക്ക് പ്രാപ്തിയില്ല, കഴിവില്ല. അതിനുള്ള ഒരു മനോബലം അല്ലെങ്കിൽ അതിനുള്ള താല്പര്യം ആ പാർട്ടിക്ക് ഇല്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. പക്ഷെ നമ്മെ സംബന്ധിച്ച് കോൺഗ്രസിനെ കാത്തിരുന്നുകൊണ്ട് കോൺഗ്രസ് നന്നാകും, കോൺഗ്രസ് ശക്തിപ്പെടും, തിരിച്ചു വരും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ രാജ്യത്തിന് കഴിയാൻ പറ്റില്ല. കഴിഞ്ഞ 8 വർഷമായി പ്രതിപക്ഷ നേതാവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പാർലമെൻറ്റാണ് നമുക്കുള്ളത്. അതൊക്കെ ഗൗരവമുള്ള വിഷയങ്ങളല്ലേ. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയി എന്നുള്ളത് ശരിയാണ്. അവർക്കൊരു പ്രതിപക്ഷ നേതാവിനെ പോലും ഈ രാജ്യത്തിന് നൽകാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ആ പാർട്ടി തകർന്നു പോയിരിക്കുന്നു, ശോഷിച്ചു പോയിരിക്കുന്നു. അപമാനകരമായ അവസ്ഥ, വെറും തോൽവിയല്ല, അപമാനകരമായ അവസ്ഥയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളത്. അവിടെ നിന്ന് ആ പാർട്ടിയെ എപ്രകാരം രക്ഷപ്പെടുത്താൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു ചെറിയ ആലോചന, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചായക്കടകളിൽ നടക്കുന്ന ആലോചനയുടെ നിലവാരത്തിൽ പോലും എന്തെങ്കിലും ഒന്ന് ആലോചിക്കാൻ, ഈ രാജ്യത്തോട് എന്തെങ്കിലും ഒന്ന് പറയാൻ ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. അതാണിപ്പോൾ ഈ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട പ്രതീക്ഷ നൽകിയ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നമുക്കെല്ലാം വേണ്ടപ്പെട്ട KC വേണുഗോപാൽ നമ്മോട് പറയുന്നത് അക്കാര്യം മാത്രമാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ ആകെ നിരാശനാണോ ഇപ്പോൾ? ഡോക്ടർ ലാൽ, അങ്ങനെ പല കാര്യങ്ങള് ഇത്തരം വലിയൊരു കനത്ത തോൽവി ഉണ്ടായൊരു സാഹചര്യത്തിൽ, 5 സംസ്ഥാനങ്ങളിലും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പച്ചവടാത്ത ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും കടുത്ത നടപടികൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അല്ലെങ്കിൽ അവർക്കുള്ളത് പോലെ തന്നെ ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. മല എലിയെ പ്രസവിച്ച പോലെയാണ് ഇപ്പൊ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരിധിവരെ ഇപ്പൊ KC വേണുഗോപാൽ പറയുന്നത് തന്ത്രങ്ങൾ പിഴച്ചു, അതേക്കുറിച്ച് ഗൗരവമായി ഞങ്ങൾ വിലയിരുത്തും. BJPയെ എക്സ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ BJPക്കെതിരായ ഭരണവിരുദ്ധ വികാരത്തെ മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ഈ ചോദ്യങ്ങളൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ ചോദിക്കേണ്ട ചോദ്യമാണ്. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? ആ കഴിയാതെ പോയതിന് കാരണം ആ രീതിയിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാനും ആ രീതിയിൽ ജനവികാരത്തെ ഉണർത്താനും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും കഴിയുന്ന ഒരു ലീഡർഷിപ്പ് കോൺഗ്രസിന് ഉണ്ടായില്ല എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ കാരണം. നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണെന്ന് നമ്മൾ ആലോചിക്കണം. രാജ്യം മുഴുവൻ അലയടിച്ച കർഷക പ്രക്ഷോഭം, ആ കർഷക പ്രക്ഷോഭത്തിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി കീഴടങ്ങിയ ഒരവസ്ഥയിൽ
കർഷക പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന യു പിയിലും പഞ്ചാബിലുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ഓർക്കണം. എന്നിട്ടും ആ കേന്ദ്ര വിരുദ്ധ വികാരത്തെ അഥവാ BJP വിരുദ്ധ വികാരത്തെ ഉപയോഗപ്പെടുത്താനും അത് മുതലെടുക്കാനും ഈ പ്രതിപക്ഷ പാർട്ടിക്ക് പഞ്ചാബിൽ AAP ഒരു പരിധിവരെ അതിൽ വിജയിച്ചു, കോൺഗ്രസ് അമ്പെ തകർന്നു. യു പിയിൽ കോൺഗ്രസിന് ഒന്നും സാധിച്ചില്ല, അഖിലേഷ് യാദവിനും കഴിഞ്ഞില്ല. അങ്ങനെ നോക്കുമ്പോൾ ആരുടെയാണ് തെറ്റ്, ആ തെറ്റ് മനസ്സിലാക്കി എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഗൗരവമായ ചർച്ച, എന്തെങ്കിലും പ്രതീക്ഷ പകരുന്ന എന്തെങ്കിലും ഒരു നടപടി. സോണിയാഗാന്ധി രാജിവെച്ച് പോകണമെന്നോ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഷ്ട്രീയ വനവാസം സ്വീകരിക്കണമെന്നൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഒരുപക്ഷെ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങി വെച്ചൊരു സാഹചര്യത്തിൽ ആ പ്രക്രിയ കൃത്യമായും മുന്നോട്ട് കൊണ്ടുപോയി ഏതാനും മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ ആ പ്രക്രിയ പൂർത്തിയാക്കി സംഘടനയ്ക്ക് ഒരു സ്ഥിരം പ്രസിഡന്റിനെ, തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെ നിയോഗിക്കാൻ ഉള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നത് കൊണ്ടാകാം സോണിയാഗാന്ധിക്ക് ഒരു ഡീസന്റ് എക്സിറ്റ്, ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ CWC അവരുടെ അവിശ്വാസം രേഖപ്പെടുത്തി അവരെ രാജിയിലേക്ക് തള്ളിവിടണ്ട, അവർക്കൊരു ഡീസന്റ് ആയിട്ടുള്ള അവരോടുള്ള റെസ്പെക്ടിന്റെ ഭാഗമായിട്ട് കൂടിയാകാം അവരിലൊരു അവിശ്വാസം പ്രകടിപ്പിക്കുക. സോണിയാഗാന്ധിയോട് ഇത്രയും റെസ്പെക്ട് കാണിക്കുമ്പോഴും നെഹ്റു കുടുംബത്തോടുള്ള ആ വിധേയത്വം വല്ലാതെ കാണിച്ച് മുന്നോട്ട് ഒക്കെ ഇത് ശക്തിയായി കൊണ്ടുപോകുമ്പോഴും ശ്രീ A. സജീവൻ, താങ്കളോട് ഞാൻ ആ ചോദ്യം ഉന്നയിക്കുകയാണ്. ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ G23 ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പല രീതിയിൽ രാജ്യം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ, ഇതൊക്കെ കോൺഗ്രസ് ഒറ്റയടിക്ക് തള്ളി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇത് ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാം. ഇപ്പൊ വേണു ഈ മാധ്യമപ്രവർത്തകർ മുമ്പാകെ ഇപ്പൊ വായിച്ചിട്ടുള്ള ഈ കുറിപ്പുണ്ടല്ലോ, അതുപോലും നേരത്തെ തയ്യാറാക്കി വെച്ചതായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതൊരു സത്യം പറഞ്ഞാൽ കൃത്യമായിട്ട് ആദ്യമേ തയ്യാറാക്കി ഇങ്ങനെ വെച്ച സോണിയാഗാന്ധി തുടരും, തെരഞ്ഞെടുപ്പ് പരാജയത്തെ ഞങ്ങൾ വളരെയധികം ഗൗരവത്തോടുകൂടി കാണുന്നു, ഇനി ഒരു ചിന്തൻ ശിബിർ നടത്താൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും വർക്കിംഗ് കമ്മിറ്റി ചേരും, അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചർച്ച നടത്തും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇതിന് ഈ പാർലമെന്റ് സെഷൻ കഴിഞ്ഞതിന് ശേഷം ചിന്തൻ ശിബിർ നടത്തിയിട്ട് അത് കഴിഞ്ഞൊരു വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുക, വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് കുറെ കാലമായ സംഭവം, ഇനി അത് കൂടണം തന്നെ കുറെ കാലം എടുക്കാം. 2024 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇവർ ഒരു ഗൗരവം കൊടുക്കാതെയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പൊ സോണിയാഗാന്ധിയോട് പിന്നെ ഒരു അനാദരവ് കാണിക്കാതിരിക്കാനാണ് അവർ തുടരട്ടെ എന്ന് വിചാരിക്കുന്നത്. അവർ സ്ഥിരം പ്രസിഡന്റ് ആയിരുന്നില്ലല്ലോ, അവർ താൽക്കാലിക പ്രസിഡന്റ് ആയിരുന്നു. സോണിയാഗാന്ധിയെ മാറ്റി രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ തന്നെ വരട്ടെ എന്ന് തീരുമാനിക്കട്ടെ. ഈ സോണിയാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ ഈ പാർട്ടി രണ്ടുപേരെ നേരത്തെ പറഞ്ഞു കേട്ട പോലെ 2 വർക്കിംഗ് പ്രസിഡന്റുമാരെ വെക്കുന്നു. അത് ഇവർക്ക് ഇഷ്ടമുള്ള ആളുകൾ വെക്കണ്ടേ? ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു തീരുമാനമില്ലാതെ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു കാര്യം വായിച്ചു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അയ്യോ അച്ഛാ പോകല്ലേ എന്നുള്ളതിന് പകരം അയ്യോ അമ്മേ പോകല്ലേ എന്ന് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതല്ല സത്യത്തിൽ ഞാൻ വിചാരിക്കുന്നത്. യുനാനിമസ്ലി എന്നൊക്കെ പറയുന്ന വാക്ക് വേണൂടെ പറയുന്നത് കേട്ടു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശക്തമായിട്ട് ചില ആളുകൾ G23 ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും ഈ കാര്യങ്ങളെല്ലാം. പക്ഷേ കോൺഗ്രസിൽ അവസാനം ഭൂരിപക്ഷത്തിന്റെ മഹാശക്തി വെച്ചുകൊണ്ട് അതങ്ങ് തീരുമാനിക്കുകയാണ്. നേരത്തെ തയ്യാറാക്കി വെച്ച കാര്യം വായിക്കുന്നു, തീർന്നു. ഇനി അപ്പുറത്തേക്ക് അതുപോലും പറഞ്ഞില്ല. നേരത്തെ ജോർജ് പൊടിപ്പാറ പറഞ്ഞല്ലോ ഒരു കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ത്വരിതപ്പെടുത്താനുള്ള ശ്രമം നടത്തും. അങ്ങനെ ഒരു വാക്ക് പോലും ഇല്ല. അതുപോലും ഇല്ല. കാരണം സോണിയാഗാന്ധി തുടരും. അതായത് ക്ഷീണിതയും രോഗിണിയുമായിട്ടുള്ള ഈ നേതാവ് തന്നെ ഭരിക്കും. എത്ര കാലം മുമ്പ് അവര് മാറിയതാണ്. അത് കഴിഞ്ഞിട്ട് 2019 വീണ്ടും ആരും എടുക്കാനില്ലാഞ്ഞിട്ട് സ്വന്തം മകൻ ഇതെല്ലാം കൂടി ഇട്ടെറിഞ്ഞ് പോയിട്ട് അവസാനം കൊണ്ട് ചുമന്ന് നടക്കുകയാണ്. അങ്ങനെ ഒരാളെ തന്നെ വീണ്ടും ഏൽപ്പിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇന്നത്തെ മാധ്യമ സമ്മേളനം പത്രസമ്മേളനം നടക്കുമ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് തല തല്ലി ചിരിച്ചിട്ടുണ്ടാവുക നരേന്ദ്രമോദി ആയിരിക്കും. അദ്ദേഹത്തിന് 2024 വളരെ സുഗമമായിട്ട് കോൺഗ്രസിനെ പേടിക്കേണ്ട, കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് ഇനി പറയേണ്ട, അതായി കഴിഞ്ഞു എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇതൊരു വലിയ ഭീഷണിയൊന്നുമായി കാണേണ്ടതില്ല. ഇതോടുകൂടി ഇന്ത്യൻ ജനാധിപത്യം നിന്നു പോകുന്നൊന്നും ആരും കാണേണ്ടതില്ല. കാരണം എല്ലാ ഉത്തരവാദിത്വങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് ഈ പുട്ടിന് പീര ഇടുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്നത് ഇതൊക്കെയാണ് എങ്കിൽ കൂടി ഈ കാര്യത്തിൽ ജനാധിപത്യ വിശ്വാസികൾക്ക്
ദുഃഖിക്കാനൊന്നുമില്ല. രാജ്യത്തെ പ്രാദേശികമായ തലത്തിലെങ്കിലും ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ എടുത്ത ജനങ്ങളുടെ തീരുമാനങ്ങൾ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് എന്നത് ഈ ഘട്ടത്തിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പ്രതിപക്ഷത്തെ കോൺഗ്രസ് ഇതര കക്ഷികൾക്ക് പോകേണ്ടി വരുന്ന ഒരു ഘട്ടമുണ്ടോ? അത് തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. കാരണം കോൺഗ്രസിൽ ഇനി പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന ആ ഒരു ബോധ്യം അത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇപ്പോഴെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സജീവം പറഞ്ഞല്ലോ, നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇനി 2024 പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും ഒന്നുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം ഇനി നരേന്ദ്രമോദി പറയേണ്ടതില്ല. ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് നരേന്ദ്രമോദിയുടെ മുദ്രാവാക്യമല്ല. മഹാത്മാഗാന്ധി അന്നേ പറഞ്ഞല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ ഈ പാർട്ടി പിരിച്ചുവിടണം എന്നുള്ളത്. ദീർഘദർശിയെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചത്. അന്ന് അദ്ദേഹം എന്തുദ്ദേശത്തിലാണോ അത് പറഞ്ഞത്, അതൊക്കെ ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ തന്നെ സ്വയം കൃതാനർത്ഥം എന്ന് പറയത്തക്ക രീതിയിൽ അവരുടെ തന്നെ പ്രവൃത്തി കൊണ്ട് അവർ ആ പതനത്തിൽ ഈ 7 ദശകങ്ങൾക്കിപ്പുറം എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ മതിയാവൂ. നമുക്ക് നമ്മുടെ റിപ്പബ്ലിക്ക്, നമ്മുടെ യൂണിയൻ ഇത് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോയേ മതിയാവൂ. നമുക്ക് BJPയുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നതിനോ കാൽക്കഴിയിൽ സ്വയം അർപ്പിക്കുന്നതിനോ കഴിയില്ല. അതുകൊണ്ട് ഇനിയും പരീക്ഷണങ്ങൾ പലതും വരുന്നുണ്ട്. ആ പരീക്ഷണങ്ങളെ എപ്രകാരം നേരിടാൻ നമ്മുടെ പ്രതിപക്ഷം, ഇന്ത്യയിലെ പ്രതിപക്ഷം, അത് പ്രാദേശികമായിരിക്കാം, വിഭജിതമായിരിക്കാം, ഏത് രീതിയിലുള്ളതുമാകാം, പക്ഷേ ആ പ്രതിപക്ഷം എത്രമാത്രം സജ്ജമാകുന്നു, സന്നദ്ധമാകുന്നു എന്നാണ് നാം കാത്തിരുന്ന് കാണേണ്ടത്. PR സുനിൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഗാന്ധി കുടുംബം കാരണം കോൺഗ്രസ് ദുർബലമാകുന്നെങ്കിൽ രാജിവെക്കാമെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കി എന്നാണല്ലോ ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വാർത്ത. ഈ അർത്ഥത്തിലൊക്കെ സോണിയാഗാന്ധിയുടെ രാജിയുടെ സൂചനകളൊക്കെ പാടെ തള്ളിക്കൊണ്ട് നെഹ്റു കുടുംബത്തിലുള്ള വിശ്വാസം പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ടുള്ള ഒരു CWC മീറ്റിംഗ് ആണിപ്പോൾ അവസാനിച്ചു വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞു കേട്ട G23യുടെ വിമർശനങ്ങളോ പകരം 2 അധ്യക്ഷന്മാരെയോ 2 വർക്കിംഗ് പ്രസിഡന്റുമാരെയോ പുതിയൊരു അധ്യക്ഷനെയോ ഒക്കെ നിയമിക്കുന്നതിനെക്കുറിച്ചുള്ള കടുത്ത വാദമുഖങ്ങളോ ഒന്നും തന്നെ ഉണ്ടായതായുള്ളതിൻ്റെ ഒരു സൂചനയും കോൺഗ്രസ് സ്നേഹികൾക്കും പ്രതിപക്ഷത്തെ കോൺഗ്രസിനെ കാത്തിരിക്കുന്ന കൂട്ട് പാർട്ടികൾക്കും ഒക്കെ ഒരു തരത്തിൽ ആശ്വാസം ഉണ്ടാകുന്ന ഒരു നടപടിയും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഇത് ഏത് രീതിയിൽ കാണണം സുനിൽ? ലാൽ, പതിവ് നാടകങ്ങൾക്കപ്പുറത്ത് കോൺഗ്രസിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാം. ഏതായാലും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പതിവ് പോലെ തന്നെ രാജി സന്നദ്ധത യോഗത്തെ അറിയിച്ചു. തൻ്റെ കാരണം കൊണ്ടാണ് പരാജയം സംഭവിച്ചതെങ്കിൽ ഗാന്ധി കുടുംബം മൂലം കോൺഗ്രസ് ശിഥിലമാകുന്നു, കോൺഗ്രസ് ദുർബലമാകുന്നുവെങ്കിൽ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണെന്നാണ് സോണിയാഗാന്ധി ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തെ അറിയിച്ചത്. വേണമെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി വ്യക്തമാക്കി. ഏതായാലും പതിവ് പോലെ തന്നെ പ്രവർത്തക സമിതി സോണിയാഗാന്ധിയുടെ ആ നിർദ്ദേശം തള്ളിക്കളയുകയാണ് ചെയ്തത്. പിന്നീട് സോണിയാഗാന്ധിക്ക് പൂർണ്ണ പിന്തുണ യോഗം നൽകി. പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സോണിയാഗാന്ധിക്ക് എല്ലാ പിന്തുണയും നൽകി. പാർട്ടിയിൽ ആവശ്യമായ തിരുത്തൽ വരുത്തുന്നതിനും ശക്തമായ നടപടികൾ സ്വീകരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള കരുത്ത് പാർട്ടിയിൽ കൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടികൾ സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യവും സോണിയാഗാന്ധിക്ക് നൽകിക്കൊണ്ടാണ് പ്രവർത്തക സമിതി പിരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ സോണിയാഗാന്ധിയിൽ വിശ്വാസമർപ്പിച്ച് ഐക്യകണ്ഠേന സോണിയാഗാന്ധിക്ക് പ്രവർത്തക സമിതി യോഗം വ്യക്തമാകുന്നുണ്ട്. സോണിയാഗാന്ധിയിലേക്ക് വലിയ രീതിയിലുള്ള വിശ്വാസം അർപ്പിച്ച CWC മീറ്റിംഗ് എന്ന് തന്നെ ഇതിനെ എടുത്തു പറയാം. അതിനപ്പുറം ഒരു ലക്ഷ്യവും ഈ CWC മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല. BJPയുടെ മുന്നിൽ തകർന്നടിഞ്ഞ് 4 സംസ്ഥാനങ്ങളിൽ അമ്പെ തറപറ്റി, പഞ്ചാബിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തോറ്റു നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തെ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾക്കൊടുവിലുള്ള വാർത്താ സമ്മേളനത്തിലാണ് വീണ്ടും സോണിയാഗാന്ധി തുടരുന്നു. സംഘടനാ തെരഞ്ഞെടുപ്പിന് ഒടുവിൽ പുതിയ അധ്യക്ഷൻ വരും എന്ന പതിവ് നാടകം തന്നെ ഇപ്പോഴും ആവർത്തിക്കുന്ന ഘട്ടം വന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷ കക്ഷികൾ, പ്രാദേശിക കക്ഷികൾ, ഇടത് കക്ഷികൾ ഒക്കെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര ശക്തികളുടെ വലിയ രീതിയിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് 2024 പ്രതീക്ഷിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു സൂചന
അത് കുറച്ചുകൂടി ഉറപ്പിക്കാനുള്ള ഒരു അവസ്ഥ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് കോൺഗ്രസിന് നൽകാനായില്ല എന്നതാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതിൽ പേടിക്കാനില്ല, അവിടെ ജനാധിപത്യത്തിന് ഒരു തകർച്ചയും ഉണ്ടാകില്ല എന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് ഇനി ഒരുപക്ഷെ മറ്റ് കക്ഷികൾ അവരുടെ നേതാക്കളൊക്കെ അടുത്ത ദിവസം മുതൽ പറയാൻ പോകുന്ന ചില പ്രസ്താവനകളുടെ തുടക്കമാണ്. എങ്ങനെ കാണണം? ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ വിലയിരുത്തലിന് നമുക്ക് തൽക്കാലം എതിർക്കേണ്ട അല്ലെങ്കിൽ അതിനോട് വിയോജിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസും BJPയും നമ്മൾ നേരിട്ട് ഏറ്റുമുട്ടേണ്ടി വരുന്ന സംസ്ഥാനങ്ങളിൽ BJPക്ക് വിജയം വളരെ അനായാസമാകുന്നു എന്നതാണ് സത്യം. നമ്മളിപ്പോ പഞ്ചാബിന്റെ കാര്യം എടുക്കുക. ആ പഞ്ചാബിൽ കോൺഗ്രസ് BJPയും തമ്മിലല്ല, BJP കോൺഗ്രസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലല്ല, BJPക്ക് അവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോ BJPക്ക് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രാദേശിക കക്ഷികൾ BJPയുടെ ഭീഷണിയെ വളരെ ഫലപ്രദമായി തടഞ്ഞു നിർത്തും, അല്ലെങ്കിൽ അവർക്ക് BJPയുടെ ഡോമിനേഷനെ തടുക്കാൻ അവർക്ക് കരുത്ത് കാണിക്കാൻ കഴിയും. അത് നമ്മുടെ കൺമുന്നിൽ എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ ബംഗാളില് വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടും മമതാ ബാനർജിയുടെ ആ ഒരു കരുത്തിന് മുമ്പിൽ BJPക്ക് അടിതെറ്റുന്ന കാഴ്ച കണ്ടു. BJPയുടെ ഒരുപാട് നേതാക്കൾ വീണ്ടും തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വേണുഗോപാൽ സംസാരിക്കുന്നു. അതിലേക്ക് ഓരോ പാർട്ടിക്കും ആഭ്യന്തര ജനാധിപത്യമുണ്ട്. എന്തായാലും പാർട്ടിയുടെ പരമോന്നത ബോഡിയായിട്ടുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയാണല്ലോ ചേർന്നത്. അവരെല്ലാം ഓരോ പ്രദേശത്തുള്ള പ്രഗത്ഭരായ നേതാക്കന്മാരാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? അവരുടെ അഭിപ്രായം അനുസരിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ പാർട്ടി മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് അവരഭിപ്രായം പറയും. മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ചും അല്ലെങ്കിൽ പൊതു ചർച്ചകൾക്കനുസരിച്ചും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ? അല്ല, അധ്യക്ഷ പദവിയിൽ ആർക്കും ആവാലോ. ആഗസ്റ്റ് 20 കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോകണം. ആഗസ്റ്റ് 20 മുതൽ തുടങ്ങുകയാണ് ആ പ്രസിഡന്റ് ഇലക്ഷൻ്റെ പ്രൊസീജിയർ. ലാസ്റ്റിൽ അവസാനിക്കുന്ന ആഗസ്റ്റ് 20 മുതൽ അങ്ങോട്ടാണ്. ആർക്കും മത്സരിക്കാം. മത്സരിക്കാൻ കോൺഗ്രസ് പ്രസിഡന്റിലേക്ക് ഒരു ഇലക്ഷൻ നടക്കാൻ പോകണം. ഇനിയിപ്പം 2 മാസം കൊണ്ട് ഏപ്രിൽ മാസം മുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിക്കാൻ, ബൂത്ത് ഇലക്ഷൻ ആരംഭിക്കുകയാണ്. ബൂത്ത് ഇലക്ഷൻ, ബ്ലോക്ക് ഇലക്ഷൻ, DCC ഇലക്ഷൻ, PCC ഇലക്ഷൻ, കോൺഗ്രസ് പ്രസിഡന്റ് ഇലക്ഷൻ, ഇത് 4 മാസത്തെ ഷെഡ്യൂളിനകത്ത് ഇതെല്ലാം തീരുകയാണ്. അപ്പോൾ അങ്ങനെ തീരുമ്പം താങ്കൾ എന്തിപ്പം ഗാന്ധി കുടുംബത്തിലെ പാവപ്പെട്ടവർക്ക് മത്സരിക്കണം ഉണ്ടോ? ആർക്ക് വേണമെങ്കിൽ മത്സരിക്കാം. ഏത് കോൺഗ്രസ്സുകാരനും മത്സരിക്കാം അർഹതപ്പെട്ടെ. കേരളത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, അത് നോമിനേഷൻ ആയിരിക്കും. സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിലെ കാര്യങ്ങളിൽ കേരളത്തിലെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നാണ് തീരുമാനിക്കേണ്ടത്. അവർ ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുത്തിരിക്കുന്നത്? ഈ യോഗത്തിൽ അതൊരു കളക്റ്റീവ് ഉത്തരവാദിത്തമാണോ? പൂർണ്ണമായിട്ടും കളക്റ്റീവ് എല്ലാവരും ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ചുമതലപ്പെട്ട ഒരു അവരെല്ലാം ചുമതലപ്പെട്ട ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ചെയ്യേണ്ട പരമാവധി എല്ലാ കാര്യങ്ങളും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അവർ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. എന്തായാലും ആ കാര്യത്തിൽ സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ദൗർബല്യങ്ങൾ, അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിയിലുണ്ടായിരുന്ന ദൗർബല്യങ്ങൾ, ഇതൊക്കെ ഓരോ സ്റ്റേറ്റുകളിലും വന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇതിന് വസ്തുനിഷ്ഠമായിട്ട് കോൺഗ്രസ് പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ബൃഹത്തായിട്ടുള്ള ഒരു ചിന്തൻ ശിബിർ 1 മാസത്തിനകം നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് വർക്കിംഗ് കമ്മിറ്റി കൂടി ചിന്തൻ ശിബിറിൽ അവതരിപ്പിക്കേണ്ട മാറ്റങ്ങൾ, സ്ട്രാറ്റജിയിലുണ്ടാകേണ്ട ചേഞ്ചുകൾ, സംഘടനാപരമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ബൃഹത്തായ പാർട്ടി എങ്ങനെ 2024 ഇലക്ഷനെ നേരിടുന്നതിനെക്കുറിച്ചും 23 ഇലക്ഷനെക്കുറിച്ചും ഒക്കെ നേരിടുന്നതിനെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചിന്തൻ ശിബിർ നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. G23 നേതാക്കൾ നേരത്തെ അതൃപ്തി അറിയിച്ച് സോണിയാഗാന്ധിക്ക് കത്ത് നൽകിയിരുന്നു. ഇപ്പോൾ ഒരു വലിയ പരാജയമുണ്ടായി. കോൺഗ്രസ് ഈ പരാജയം പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് ഈ നേതാക്കളുടെ ഒരു നിലപാടിന് ഈ യോഗത്തിൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ യോഗത്തിൻ്റെ ഒരു ഗുണപരമായിട്ടുള്ള അംശമായിട്ട് ഞാൻ കാണുന്നത്, കോൺഗ്രസിനകത്തെ ഇന്നത്തെ ഈ പരാജയത്തിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് ഒരു ഐക്യത്തിൻ്റെ സന്ദേശം എല്ലാ നേതാക്കന്മാർക്കും ഒരു വ്യത്യാസമില്ലാതെ ഉണ്ടായിട്ടുണ്ടെന്നില്ല. വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. വിമർശനം ഉണ്ടാവണമല്ലോ പാർട്ടിയിൽ. വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പരമോന്നത ബോഡിയാണ്. അവിടെ വിമർശിക്കാതെ പിന്നെ ഇവിടെ വിമർശിക്കാൻ പറ്റും. വസ്തുനിഷ്ഠമായിട്ടുള്ള വളരെ ഫലപ്രദമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ ആവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോവുക. ആ വിമർശനങ്ങൾ അവർ തന്നെയാണ് നിർദ്ദേശിച്ച് അവരടക്കം ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം പറഞ്ഞ നേതാക്കന്മാരടക്കം വളരെ സജീവമായി ചർച്ചകൾ പങ്കെടുക്കുകയും അവരുടെ നിർദ്ദേശമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് തീരുമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് പലരും. അപ്പോൾ അതിനകത്ത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നിരിക്കുന്നത് എന്നതിന് സംശയമില്ല. രാഹുൽ ഗാന്ധി മാറി നിൽക്കുമോ? ആഗസ്റ്റ് 20 മുമ്പ് നോമിനേഷൻ കൊടുക്കണം എന്തായാലും. അപ്പോൾ മനസ്സിലാവുമല്ലോ. എന്തായാലും ഇനി 3 മാസത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ.
ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താങ്കൾക്കെതിരെ അടക്കം നടപടി വേണം, അല്ലെങ്കിൽ മാറ്റി നിർത്തണമെന്നൊക്കെ കേരളത്തിൽ എൻ്റെ സഹോദര, ഞാൻ 44 കൊല്ലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ട്. സാധാരണ KSU പ്രവർത്തനമായി തുടങ്ങിയതാണ്. മാതാമംഗലം ഹൈസ്കൂളിലെ 8ാം തരത്തിൽ പഠിക്കുന്ന ഒരു KSU വിദ്യാർത്ഥിയായിട്ട് എനിക്കറിയാമല്ലോ, SFIക്കാരുടെയും CPMകാരുടെയൊക്കെ അടികൊണ്ട് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. സ്ഥാനമാനങ്ങൾ വരും പോകും. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പരമാവധി ഭംഗിയാക്കി നിർവഹിക്കാൻ പറ്റുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. 100% വിജയമാകുന്ന പ്രവർത്തനം നടത്തിയൊന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല. പാർട്ടിയിലെ സ്ഥാനങ്ങളെക്കാളുപരിയായി പാർട്ടിയോടുള്ള സ്നേഹവും പാർട്ടിയോടുള്ള പ്രതിബദ്ധതയുമാണ് ഞങ്ങളെല്ലാം നയിക്കുന്നത്. അതുകൊണ്ട് ഞാനടക്കമുള്ള ആളുകളടക്കം തന്നെ എല്ലാവരും കോൺഗ്രസ് പ്രസിഡൻ്റ് ഈ നടപടി എടുക്കാനുള്ള നടപടിക്ക് വിധേയരാണ്. ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് കൂടിയ വർക്കിംഗ് കമ്മിറ്റി മൊത്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ ആർക്കായാലും പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് നടപടി സ്വീകരിക്കണോ നടപടി സ്വീകരിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടാകില്ല. സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും എല്ലാവർക്കും അവകാശപ്പെട്ടതല്ല. അത് ആദ്യം ഉൾക്കൊള്ളേണ്ടത് നമ്മളാണ്. അപ്പോൾ അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. പാർട്ടിയിൽ മരണം വരെ ഈ പതാക പിടിച്ച് ഭരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. യോഗത്തിൽ സോണിയാഗാന്ധി രാജ്യസന്നദ്ധ അറിയിച്ചു, അല്ലെങ്കിൽ അതായത് ആർക്കെങ്കിലും സംഘടനയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ ഗാന്ധി കുടുംബം മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് അവിടെ എന്താ സംസാരിച്ചതെന്നുള്ള കാര്യം ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് പ്രസിഡന്റ് അത് പലവട്ടം വ്യക്തമായി. കോൺഗ്രസ് പ്രസിഡന്റ് തയ്യാറായിട്ട് പ്രസിഡന്റ് ആയതല്ലല്ലോ, എല്ലാവരും കൂടെ നിർബന്ധിച്ച് അവർ പ്രസിഡന്റ് ആക്കിയതാണ് നമ്മൾ. എന്തായാലും കോൺഗ്രസ് പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇനി 3 മാസത്തെ അവധിയേ ഉള്ളൂ. 3 മാസം കൊണ്ട് പുതിയ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ, ആഗസ്റ്റ് മാസം പ്രസിഡന്റ് ഇലക്ഷൻ നടക്കാൻ പോവാണ്. ആ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പായിട്ട് പാർട്ടിയെ സജ്ജമാക്കാൻ അതുവരെ കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത്തരം ചിന്തൻ ശിബിരങ്ങൾ നടത്തി എല്ലാ നേതാക്കന്മാരുടെയും, അതിലിപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റിലെ നേതാക്കന്മാരടക്കം വിളിക്കും, അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കം 10-200 പേരടങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതൃനിര ഇരുന്ന് 3 ദിവസക്കാലം സജീവമായി ചർച്ച ചെയ്ത് എവിടെയാണ് പരാജയമുണ്ടായത്, എവിടെയാണ് പാകപ്പിഴയുണ്ടായത്, അതിൽ ആരെയും മാറ്റി നിർത്തില്ല. എല്ലാവരും വിളിച്ചുകൂട്ടി അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് പാർട്ടി മുന്നോട്ട് പോകും. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, അതിനൊക്കെയുള്ള സ്ട്രാറ്റജി ഇപ്പം തന്നെ മോദി ഗുജറാത്തിൽ അവിടെ റോഡ് ഷോ തുടങ്ങിക്കഴിഞ്ഞു. എന്തെങ്കിലും പദ്ധതി നമ്മുടെ മുമ്പിലുണ്ടോ? അല്ല, അക്കാര്യത്തിൽ അടക്കം തന്നെ ഞങ്ങളെ പ്രമേയത്തിൽ അത് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഗുജറാത്തിലെയും ഹിമാചലിലെയും പ്രശ്നം അടിയന്തരമായ പ്രാധാന്യത്തോടെ കണക്കിലെടുത്തുകൊണ്ടാണ് അവസാനത്തൊരു വാചകം അതിനകത്ത് ചേർത്തിരിക്കുന്നത്. അടിയന്തരമായി ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ചെയ്യേണ്ടടുത്ത് ചെയ്യും, തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലും അത് ചെയ്യും. അതിനുള്ള തീരുമാനമാണ് അത് എടുത്തിരിക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, നേരത്തെ പറഞ്ഞിട്ട് ഒരു അനക്ഷരായിട്ട് ഈ പാർട്ടി ശക്തിപ്പെടണമെങ്കിൽ, പാർട്ടിക്ക് വേണ്ടി വേണമെങ്കിൽ സ്ഥാനം ഒഴിയാനും തയ്യാറാണെന്നുള്ളത് പറഞ്ഞതിൻ്റെ അർത്ഥം ആയതല്ല. എന്താ ഇതിനകത്ത് ചോദ്യത്തിൽ ഞാൻ പറഞ്ഞത്, സ്ഥാനമാനങ്ങൾ ഒന്നും ഒരു പ്രശ്നമേ അല്ല പാർട്ടിക്ക് മുന്നിൽ. പാർട്ടിയാണ് ഇതുവരെ ആക്കിയിരിക്കുന്നതെല്ലാം. പാർട്ടി പ്രവർത്തകൻ മുദ്രാവാക്യം വിളിച്ചിട്ടും അവൻ സഹായിച്ചുമാണ് ഇതുവരെ ആയതെല്ലാം ആയത്. അതുകൊണ്ട് സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ ആഗ്രഹത്തിന് മുന്നിൽ കീഴടങ്ങുന്ന ആളല്ല ഞാൻ. എൻ്റെ പാർട്ടി നിർദ്ദേശിക്കുന്ന ഏത് കാര്യവും, അവിടെ ഞാൻ പാർട്ടിയോടും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് സ്ഥാനത്ത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാലും പ്രവർത്തിക്കേണ്ടതെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തകൻ നേതാക്കന്മാർ പറയുന്നതനുസരിച്ച്, ലീഡർഷിപ്പ് പറയുന്നതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ സംഘടനാപരമായിട്ടുള്ളാകുന്ന ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ലഭിച്ച അവസരങ്ങളിൽ എന്നാൽ കഴിയാവുന്ന രീതിയിൽ സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പരിശ്രമിച്ചിട്ടുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, ലീഡർഷിപ്പിനും വിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഏതവസരം ഏത് കാര്യം വേണമെങ്കിലും എടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഗാന്ധി കുടുംബവുമായി ഇത്രയും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ശത്രുക്കളുണ്ടോ പാർട്ടി? ധാരാളം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം താങ്കൾക്കെതിരെ പോസ്റ്ററുകൾ പതിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എനിക്കെതിരെ മാത്രമാണ് പോസ്റ്ററുകൾ വന്നിരിക്കുന്നത് കേരളത്തിൽ അങ്ങനെ വിമർശിക്കപ്പെടുന്ന ആളുകൾ എടുത്തു നോക്കിയാൽ, നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ അതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മളെല്ലാം പൂമാലകൾ വിരിച്ചിട്ടുള്ള പാതയാണെന്നൊന്നും വിചാരിക്കാൻ പറ്റുമോ? എല്ലാവരും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, വിമർശനത്തെ ഞാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്. പിന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ വേദനയുണ്ടായിട്ടുണ്ട്, മനോവേദന ഉണ്ടായിട്ട് ഈ പരാജയത്തിൽ. പിന്നെ അവരുടെ വേദന പല രീതിയിലും പല രൂപത്തിലും വരും. അത് പലർക്കും പല ഭാഷയും പല ശൈലിയൊക്കെ ആയിരിക്കും. അതവർ ചെയ്യട്ടെ.
അതല്ല പരിഹാര മാർഗം ഉണ്ടാവേണ്ടത് പാർട്ടിയുടെ വേദികളിലാണ്. ആ വേദികളിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് പാർട്ടി നടത്തുന്നത്. വ്യക്തിപരമായ അവസരം നോക്കിയിട്ടാണ് ഈ പോസ്റ്ററുകൾ വെച്ചതെന്നാണോ അങ്ങ് പറയുന്നത്? വ്യക്തിപരമായ അവസരം നോക്കിയിട്ട് ഈ പോസ്റ്ററുകൾ വെച്ചതാണെന്നാണ്. ഞാൻ പറയാത്ത കാര്യം എന്തിനാ എന്നോട് തന്നെ? താങ്കൾക്ക് അങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിൽ എഴുതിക്കോ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയറാണ്. പാർട്ടി അത് പലർക്കും പല ശൈലിയായിരിക്കും. അവരുടേതായ വികാരം അറിയിക്കാൻ പല ശൈലിയായിരിക്കും. അറിയിക്കട്ടെ, അതിപ്പോൾ എന്താ പ്രശ്നം? നിങ്ങളത് പബ്ലിസിറ്റി, ഒരു പോസ്റ്റർ ഏതെങ്കിലും ഗ്രാമത്തിലുണ്ടായാൽ അത് നിങ്ങൾ പ്രസിദ്ധീകരിച്ച് രാജ്യം മുഴുവൻ അറിയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ആ ഒരു പ്രവർത്തകൻ്റെ വികാരം പാർട്ടി ലീഡർഷിപ്പും മനസ്സിലാക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രവർത്തനങ്ങൾ A to Z എന്താണെന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് പ്രവർത്തിച്ചു, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, ഈ കഴിഞ്ഞ മാസം എവിടെയായിരുന്നു, ഓരോ ചർച്ചയിൽ ഓരോ മണിക്കൂറിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ലീഡർഷിപ്പിനറിയാം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗാന്ധി ഫാമിലി മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ സ്റ്റേറ്റുകളിലെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. നിങ്ങൾ മാധ്യമ പ്രവർത്തനമാണല്ലോ, നിങ്ങളൊന്ന് ഉത്തരാഖണ്ഡിൽ പോയി ചോദിച്ചു നോക്ക് എന്തായിരുന്നു സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനം. നിങ്ങളൊന്ന് പഞ്ചാബിൽ ചോദിച്ചു നോക്ക്, ഗോവയിൽ ചോദിച്ചു നോക്ക്. നിങ്ങളെല്ലാം മാധ്യമ പ്രവർത്തകരോട് ഉണ്ടായിരുന്നല്ലോ. ഇന്ന് നിങ്ങൾ ഇവിടെ പേര് പറഞ്ഞത് കേൾക്കണ്ട. അപ്പോൾ അത് അവർ വിലയിരുത്തും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് വിമർശനങ്ങളെയെല്ലാം ഞാനങ്ങ് വിമർശനങ്ങളെല്ലാം പാടെ തള്ളിക്കളയുന്ന ആഗ്രഹം. എല്ലാ കാര്യങ്ങളും സുഭദ്രമായി ചെയ്തൊന്നുമില്ല. പിന്നെ വിജയത്തിന് ഒരുപാട് അവകാശികളുണ്ടാവും, പരാജയത്തിന് അവകാശികൾ കുറവായിരിക്കുമല്ലോ. അത് നമ്മളുടെ ധാർമ്മിക ഉത്തരവാദിത്വം പരാജയം. നിങ്ങളിവിടെ എത്ര നാളായി റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്? പിന്നെ ഇത് കോൺഗ്രസ് ബീറ്റ് റിപ്പോർട്ടേഴ്സായിട്ട് ഇവിടെ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ ഇന്ന് ആദ്യം ഉണ്ടായതാണോ? എത്ര തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ്റെ പങ്ക് ചർച്ച ചെയ്തിട്ടുണ്ട്? എത്ര തെരഞ്ഞെടുപ്പുകളിൽ ജനറൽ സെക്രട്ടറി ഓർഗനൈസേഷൻ്റെ പങ്ക് ചർച്ച ചെയ്തിട്ടുണ്ട്? പക്ഷേ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ പാർട്ടി പ്രവർത്തകനും എൻ്റെ മേൽ കൂടുതൽ അവകാശമുണ്ട്. അതുകൊണ്ട് അവർ പറയുമ്പം ഞാൻ അതിൻ്റെ ഗുഡ് സ്പിരിറ്റിൽ എടുക്കുകയാണ്. എന്നിൽ കറക്റ്റ് ചെയ്യാനുള്ളതുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. എൻ്റെ സ്ഥാനം എടുത്തുകൊണ്ടാണ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ സ്ഥാനം എടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്യണം. അതിന് ഒരു മടിയും കാണിക്കാത്ത ഒരു സാധാരണ പ്രവർത്തകനായിട്ടാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എന്ത് വന്നാലും ഡെഡ് ബോഡി ആയാലും ത്രിവർണ്ണ പതാകയെ ശരീരത്തിൽ വീഴുള്ളൂ, മറ്റൊരു പതാകയും വീഴില്ല. കെ സി വേണുഗോപാൽ ആണ് ഇപ്പോൾ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിക്കുന്നതാണ് നമ്മളിപ്പോൾ കേട്ടത്. നേരത്തെ ഇംഗ്ലീഷിലും ഹിന്ദിയിലുമുള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിൽ അപ്പുറമുള്ള കാര്യങ്ങൾ ഇപ്പോൾ വൈകാരികമായി തന്നെ കെ സി വേണുഗോപാൽ മാധ്യമ പ്രവർത്തകരോട് പറയുന്നത് നമ്മൾ കണ്ടു. പ്രധാനമായും ചിന്തൻ ശിബിറിനെ സംബന്ധിച്ചാണ്. 3 ദിവസത്തെ ചിന്തൻ ശിബിറിലൂടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടും. ഒപ്പം സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ മാറ്റങ്ങളുണ്ടാകും. അതിൽ തന്നെയാണ് ഊന്നു നിന്നത്. മറ്റ് വിമർശനങ്ങൾക്കും പോസ്റ്ററുകൾക്കും ഒക്കെ ഇത് ഓരോരുത്തരുടെ ശൈലിയാണ് എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു കെ സി വേണുഗോപാൽ ചെയ്തത്. നമുക്ക് ചർച്ചയുടെ അവസാന ഭാഗത്ത് നമ്മുടെ പാനലിസ്റ്റുകളുണ്ട്. ഈ കാര്യം തന്നെയാണ് പ്രധാനപ്പെട്ട ഈ വിഷയം തന്നെയാണ് നമുക്ക് ഒന്ന് അറിയേണ്ടത്. ഡോക്ടർ ഫസൽ ഗഫൂർ, നേരത്തെ കോൺഗ്രസ് ഇനിയൊരു സൂചന, വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന് ആശ്വാസം നൽകുന്ന BJP വിരുദ്ധ രാഷ്ട്രീയം മനസ്സിൽ കാണുന്നവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ ആശ്വാസം നൽകുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രശ്നമേ അല്ല എന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറയുന്നത് കണ്ടു. അതിന് ശരിവെക്കുന്നുണ്ടായിരുന്നു ജോർജ് പൊടിപ്പാറ ഉൾപ്പെടെ. താങ്കൾ നേരത്തെ ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആ പാരമ്പര്യമൊക്കെ ഇവിടെ ഓർമ്മിപ്പിച്ചതാണ്. ഇതൊക്കെ കേരളത്തിലും പലതവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയൊക്കെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വയനാട്ടിലേക്ക് എത്തിയത് തന്നെ ഇത്തരത്തിലുള്ള ചിന്തയുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോഴും കേരളത്തിലെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാകണം. അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ്സുകാരെ കബളിപ്പിക്കാൻ ഇനി ശ്രമിക്കേണ്ട. ഇവിടെ മതേതര ശക്തികൾ അല്ലാതെ തന്നെ പ്രാദേശികമായും അല്ലാത്തയും കക്ഷികളൊക്കെ വേറെയും ഉണ്ട്. അവരൊക്കെ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിച്ചോളും. കോൺഗ്രസിൻ്റെ ഈ വൈകാരികമായ ഇടപെടലിലൂടെയുള്ള ഈ നെഹ്റു കുടുംബത്തിൻ്റെ പിന്നാലെയോ അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ജനങ്ങളിലേക്ക് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരുടെ കുറവ് കൊണ്ടൊക്കെ എന്തെങ്കിലും നഷ്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ല. BJPയെ കാണിച്ച് കോൺഗ്രസ്സിന് അങ്ങനെ ജയിക്കാൻ നോക്കണ്ട എന്നൊക്കെയുള്ള ഒരു സന്ദേശം തന്നെയാണോ ഇനിയിപ്പോൾ ഉണ്ടാകുക? ഈ രസകരമായ ഒരു കാര്യം പറയാം. ഇവരുപയോഗിച്ച വാക്ക് തന്നെ RSSകാർ ഉപയോഗിക്കുന്ന വാക്കാണ്. എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റുകൾക്കറിയാം. അവരാണ് ഈ എന്താണ് എന്നുള്ളത് വാക്ക്. അതെ, അവരാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ അങ്ങനെ ലോകമായ നമ്മളെ ആലോചന യോഗം എന്നൊക്കെയാണ് പറയുന്നത്, മനസ്സിലല്ലേ? അപ്പൊ ഈ വാക്ക് തന്നെ ഇതിൽ വലിയ രസമാണ്. അതല്ല അതിൻ്റെ അർത്ഥം എന്താ പേടി? ഞാൻ എൻ്റെ സമുദായത്തിന്റെ ഒരു കാഴ്ചപ്പാട് ഇതിൽ പറയാം. വടക്കേ ഇന്ത്യയിൽ അവർക്ക് പേടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇവരിൽ നിന്ന് എത്ര പേര് ഇപ്പൊ കൂറുമാറിപ്പോയി. നാരായൺ ദത്ത് തിവാരി, KC പന്ത്, ബീഹാർ മുഖ്യമന്ത്രി ഭഗവത് ജ ആസാദ്,
ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വിജയ് ബഹോണ, കർണാടക മുഖ്യമന്ത്രി SM കൃഷ്ണ, ഇവരൊക്കെ BJP-യിലോട്ട് പോയി. ഇതൊരു ഫാക്റ്റ് അല്ലേ? ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പേരായിട്ട് ഞാൻ പറയുന്നത്. എനിക്ക് റോട്ടിലുള്ള നേതാക്കന്മാരുടെ പേരല്ല പറയുന്നത്. അപ്പോൾ അതേസമയം ഇപ്പം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലോട്ട് പോകുമ്പോൾ ഇന്നിപ്പോൾ ഉള്ള നമ്മുടെ UP അസംബ്ലിയിലെ 130 SP മന്ത്രി MLA മാരുള്ളതിൽ 36 പേര് SP സഖ്യം, 36 പേര് മുസ്ലിമാണ്. BJP സഖ്യത്തിൽ ഒരൊറ്റാളും ഇല്ല. ഇതേ സ്ഥിതി തന്നെ ബീഹാറിൽ കിടക്കുന്നത്. 20ഓളം MLA മാർ, അതായത് 100-നടുത്താണ് അവർ ഇത് കിടക്കുന്നത്. ഇത് നമ്മുടെ RJD സഖ്യത്തിൽ കിടക്കുകയാണ്. TMCയിലും അതുമായി തന്നെയാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും ശക്തി, ന്യൂനപക്ഷങ്ങളുടെ കാര്യം പറയുന്നത് മുസ്ലിം സമുദായത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷം അതാണ്, 15% വോട്ടുള്ളത്. DMK-യിലാണ് അവർക്ക് വിശ്വാസം, YSRCP-യിലാണ് അവർക്ക് വിശ്വാസം, ആന്ധ്രയിൽ TRS-ലാണ് അവർക്ക് വിശ്വാസം. അല്ലാതെ നിങ്ങൾ നോക്കിക്കോളൂ, MLA മാരെ എണ്ണം എടുത്ത് നോക്കിയാൽ അറിയാലോ ആരുടെ കൂടെയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ കോൺഗ്രസിന്റെ സെക്യുലാരിസത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന ഈ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു തരത്തിലുള്ള പ്രാതിനിധ്യവും ഒക്കെ ഇനിയിപ്പോൾ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു വസ്തുത വളരെ മുഖ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ AAM-ന് തന്നെ ഒരു 0.35% വോട്ടാണ് കിട്ടിയത് അസദുദ്ദീനും കൂട്ടർക്കും എവിടെ നമ്മുടെ ഉത്തർപ്രദേശിൽ. അപ്പൊ കോൺഗ്രസ് വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. ഈ രാജസ്ഥാനും മധ്യപ്രദേശൊക്കെ ഞാൻ അംഗീകരിച്ചു, അത് അവിടെ നിവൃത്തിയില്ല. മാത്രം അവിടെ മുസ്ലിം പെർസെൻറ്റേജ് 7-8% ഉള്ള സ്റ്റേറ്റുകളാണ്. അല്ലാതെ 10, 15, 20 ഒക്കെ ഉള്ള സ്റ്റേറ്റ് വലിയ ഭൂരിപക്ഷമുള്ളിടത്തൊക്കെ ആ സമുദായം മാറിയിരിക്കുകയാണ്. അപ്പൊ എനിക്ക് പിടികിട്ടുന്നില്ല കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് തന്നെ എവിടെ പോയിരിക്കുകയാണ് എന്നുള്ളത്. പിന്നെ ഒരു ചർച്ച ഫുൾ ടൈം ഇരുന്ന് ഈ പത്രക്കാരും ഒരു വേണുവും കൂടെ തമ്മിൽ, വേണുവാണോ? വേണു എന്നൊരു കാര്യപ്പെട്ട ഒരു സംഭവം അല്ലല്ലോ. വേണു ഒരു ഡെഫിനറ്റ്ലി ജനാധിപത്യത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ്. പക്ഷെ ഒരു പത്രപ്രവർത്തകരെല്ലാവരും കൂടെ ഈ മലയാളികളുടെ താരം അവിടെ പോയിരുന്ന് ഇത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ എന്തോ ചെയ്യുന്നു, നിങ്ങളെ പുറത്താക്കും, അതല്ല ശരിയല്ലല്ലോ. നമ്മൾ ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. മറ്റു അതിഥികൾ കൂടി ഒരു 30 സെക്കൻഡ് വീതം ഞാൻ ഒന്ന് കൊടുക്കുകയാണ്. ശ്രീ A. സജീവൻ, നേരത്തെ ചിന്തൻ ശിബർ എന്ന വാക്കിൽ തന്നെ ഇപ്പോൾ ഈ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞ ഒരു വിമർശനമുണ്ട്. BJP-യോട് മത്സരിച്ച് പരാജയപ്പെട്ടിട്ടും ആ മത്സരം തീരുന്നില്ല എന്നാണ്. ഞാൻ അതല്ല പറയാൻ വന്നത്. ഇപ്പോൾ റോഡ് ഷോ ഇവിടെ ഗുജറാത്തിൽ 2ാം ദിവസം നടത്തി നരേന്ദ്രമോദി. ഇവിടെ ഇനി ചിന്തൻ ശിബിരൊക്കെ കഴിഞ്ഞിട്ട് ആലോചിക്കുകയുള്ളൂ, റോഡ് ഷോ വേണോ മറ്റേതെങ്കിലും ഷോ വേണോ, ആരെങ്കിലും ഉണ്ടോ ഇനി ഷോ നടത്താൻ, വേറെ ആരെങ്കിലും വരുമോ എന്നൊക്കെ. സജീവൻ, 22 ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് വരുന്നു ഗുജറാത്തിലൊക്കെ. അത് കഴിഞ്ഞ് 2023 രാജസ്ഥാനിലും മറ്റും വരുന്നു. അത് കഴിഞ്ഞ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനിടയിലേക്ക് ഒരുക്കത്തിന് ഇവർ തയ്യാറല്ല എന്ന് ബോധ്യപ്പെടുകയാണ്. ഇപ്പൊ നേരത്തെ ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിൽ കടുത്ത BJP പേടിയുണ്ട്. അവരൊക്കെ സംസാരിക്കുമ്പോൾ BJP-യെ കുറിച്ചുള്ള വേവലാതി കേരളത്തിൽ ഉൾപ്പെടെ. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്, എൻ്റെ ഒരു മനസ്സിലൂടെ കടന്നുപോയ ചിന്ത എന്ന് പറയുന്നത്, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് UDF-ന് കിട്ടിയതാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ജയിച്ച ഈ കേരളത്തിൽ നിന്ന് 19 സീറ്റ് പോയിട്ട് 1 സീറ്റ് കിട്ടുമോ എന്നുള്ളൊരു സംശയത്തിലേക്ക് പോലും പോയി. അല്ലെങ്കിൽ ലീഗിന് കിട്ടുന്ന സീറ്റുകൾ അവരുടെ സീറ്റായിട്ട് നിന്നേക്കും. കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ആരൊക്കെ നിർബന്ധിച്ചാലും, ഇപ്പൊ ലീഗ് UDF-ന്റെ പക്ഷത്തുണ്ടെങ്കിൽ പോലും ഈ BJP പേടി, BJP-യെ ചെറുക്കാൻ കോൺഗ്രസിനാവും എന്ന വിശ്വാസം ഇന്നത്തെ ഈ പറയുന്ന വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന ഈ ചിന്തൻ ശിബിറിൽ നിന്നും ന്യൂനപക്ഷത്തിന് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലാണ് ആദ്യത്തെ അടുത്ത 2024 തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ശ്രീ ജോർജ് വടിപ്പാറ, അതായത് രാഹുൽ ഗാന്ധിക്ക് പോലും കേരളത്തിൽ പോലും പ്രതീക്ഷ ഉണ്ടാകാൻ സാധ്യതയില്ല 2024 എന്നാണ്. അതിലും പേടിക്കേണ്ട എന്നാണ് നേരത്തെ ഇവിടെ വിലയിരുത്തിയത്. കാരണം BJP-യെ നേരിടാൻ വേറെ ആളുകളുണ്ട്. ശ്രീ ജോർജ്. ഡോക്ടർ ലാൽ, അത്രത്തോളം ഒന്നും നമ്മൾ പെസിമിസ്റ്റിക് ആവണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രതിപക്ഷത്ത് നേരത്തെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ പ്രതിപക്ഷ കക്ഷികൾ അവസരത്തിനൊത്ത് ഉയരും. കോൺഗ്രസ് ഇല്ലെങ്കിലും അവരെല്ലാം BJP-ക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ കുന്തമനകളോ അല്ലെങ്കിൽ പതാക വാഹകരോ ആകും. അങ്ങനെ ഇന്ത്യൻ ഫെഡറലിസം ശക്തമാകും, ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകട ഭീഷണി ഒന്നും ഇല്ല എന്ന് പറയും. പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി BJP-യുടെ തേരോട്ടത്തെ തടുക്കുകയാണെങ്കിൽ അതിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒരു മുന്നണി ഉണ്ടാക്കി അത് സാധിക്കും എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള ഒരു ക്യാൻവാസ് ഇന്ത്യയിൽ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് സത്യം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, നമുക്ക് സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് അതിനൊരു മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം.
അല്ല, അത് ശരിയാണ്. ഇപ്പോൾ പൊടിപാറ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ റോൾ എന്തായിരിക്കും? BJP-ക്കെതിരെയുള്ള ഒരു വിശാലമായ പ്രതിപക്ഷ സഖ്യ മുന്നണി രൂപപ്പെട്ടു വന്നാൽ അവിടെ കോൺഗ്രസിനുള്ള ഇടം എന്തായിരിക്കും? അത് വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു നിലപാട് സ്വീകരിക്കാൻ എനിക്ക് ഇപ്പോൾ കഴിയില്ല. യെസ്, അത് കോൺഗ്രസ് തന്നെയാണ് ആദ്യം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതും. അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്തപ്പോഴാണ് നമുക്ക് ഉത്തരം പോലും ഇല്ലാതെ പോകുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ രാജ്യം ചർച്ച ചെയ്യുന്നതും അതുതന്നെയാവും. കോൺഗ്രസ്സിന് ഈ രാജ്യത്തൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ അവർ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇനി അവർ തന്നെയാണ് പറയേണ്ടത്. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ഫസൽ ഗഫൂർ, ശ്രീ ജോർജ് പൊടിപ്പാറ, A. സജീവൻ, PR സുനിൽ. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.